സ്ക്രീൻ വിസിബിൾ അല്ലേ മിൻസ? യെസ്. ഓക്കെ. ഫഹീം, പിന്നെ ഈ പ്ലോട്ടിംഗ് അറിയോ? പ്ലോട്ടിംഗ് PDF ആക്കാനുള്ള വഴി അറിയോ CAD-ല്? ഇല്ല PDF ആക്കാനുള്ള. ഓക്കെ ഓക്കെ. അപ്പൊ ഞാനത് ഒന്നുകൂടി ഒന്ന് പറഞ്ഞുതരാം. ഞാൻ മിൻസക്ക് സ്റ്റഡി പറഞ്ഞു കൊടുത്തു. ഞാൻ ഒന്നുകൂടി ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ. ഓക്കെ. വിഷ്ണു ഉണ്ടോ അതില്? വിഷ്ണു CAD ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ഓക്കെ. ഓക്കെ ഫഹീം, പിന്നെ ഞാനിപ്പോ ഒന്ന് കാണിക്കാൻ പോവാട്ടോ ഞങ്ങൾ എങ്ങനെയാണ് നമ്മൾ ഒരു പ്രൊഫഷണൽ രീതിയിൽ നമ്മൾ എങ്ങനെ പ്ലോട്ട് ചെയ്യാന്നുള്ളതും നോർമൽ പ്ലോട്ടിങ് പറഞ്ഞുതരാം. സാധാരണ നമ്മൾ പ്ലോട്ട് ചെയ്യാന്ന് മീൻസ് DWG ടു PDF കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് പ്ലോട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമുക്ക് ആർക്കെങ്കിലും ഫയൽ അയക്കണം എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ക്ലയന്റിന് ഫയൽ കൊടുക്കണം എന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ പ്ലോട്ടിംഗ് ആണ് ചെയ്യുക. ഓക്കെ, പ്ലോട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്ത ഡ്രോയിങ് നമ്മുടെ ഇന്റർഫേസിൽ വരുത്തുക. ഓക്കെ, ദെൻ ചെയ്യേണ്ടത് ഫസ്റ്റ് ഓപ്ഷൻ, ഈ ടോപ്പിൽ ഒരു പ്രിന്ററിന്റെ ഒരു സിഗ്നൽ കാണാം. ഓക്കെ, ഒന്നെങ്കിൽ അത് ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് പ്ലോട്ട് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലോട്ട് എന്നുള്ള ഓപ്ഷൻ വരും. ഓക്കെ, അത് സെലക്ട് ചെയ്താൽ ഒരു ഇന്റർഫേസ് വരും. ഓക്കെ, ഈ ബോക്സിൽ നമ്മൾ 2-3 കാര്യങ്ങൾ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. ഒന്ന്, ഈ പ്ലോട്ടർ എന്നുള്ള ഓപ്ഷൻ, അത് എന്ത് ചെയ്യണം? ഇപ്പൊ നമ്മൾ PDF ആണ് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ DWG ടു PDF എന്നുള്ള ഓപ്ഷൻ എടുക്കാം. ഓക്കെ, ഈ DWG എന്ന് പറയുന്നത് ഡ്രോയിങ് ഉള്ളതിന്റെ ഷോർട്ട് ഫോം ആണ്. അതായത് AutoCAD ഫയലിന്റെ എക്സ്റ്റൻഷൻ ആണത്. ഓക്കെ, AutoCAD ഫയൽ അതിന്റെ എക്സ്റ്റൻഷൻ, അത് ആ സോഫ്റ്റ്വെയറിന്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് DWG ആണ്. ഫോർ എക്സാമ്പിൾ PDF നമ്മൾ പറയുന്ന പോലെ, അല്ലെങ്കിൽ എന്താ പറയുക, ഇമേജിനെ നമ്മൾ JPEG എന്നുള്ള ഫോർമാറ്റിൽ പറയുന്ന പോലെ AutoCAD-ന്റെ എക്സ്റ്റൻഷൻ ആണ് DWG. ഓക്കെ, അപ്പൊ DWG-യിൽ നിന്ന് PDF കൺവേർട്ട് ചെയ്യുന്ന ഓപ്ഷനാണ് നമ്മൾ പ്ലോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതാണ് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. DWG ടു PDF എന്ന് കൊടുത്തു. ഓക്കെ, ദെൻ അതാണ് ഫസ്റ്റ് സെറ്റ് ചെയ്യേണ്ടത്. പിന്നെ സെറ്റ് ചെയ്യേണ്ടത് നമ്മൾ ഏത് ഷീറ്റ് സൈസിലാണ് നമ്മൾ PDF ആക്കാൻ പോകുന്നത്. ഓക്കെ, ആ ഓപ്ഷനാണ് പേപ്പർ സൈസ് എന്ന് കാണാം. ഓക്കെ, ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ എപ്പോഴും നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, ഈ സ്ക്രോൾ ടോപ്പിലേക്ക് ഇട്ടാൽ ISO ഫുൾ ബ്ലീഡിന്റെ ഓപ്ഷൻസ് കാണാം. ഓക്കെ, അത് പല സൈസിലുണ്ട്. A4 ഉണ്ട്, A1 ഉണ്ട്, A3 ഉണ്ട്, ഓക്കെ, A2 ഉണ്ട്, A0 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ISO ഫുൾ ബ്ലീഡ് എന്നുള്ള ഓപ്ഷനിൽ വേണം എപ്പോഴും നമ്മൾ പേപ്പർ സൈസ് സെലക്ട് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ A4 എടുക്കുകയാണെങ്കിൽ അത് എന്തായിരിക്കണം? ISO ഫുൾ ബ്ലീഡ് എന്നുള്ള ഓപ്ഷൻ ആയിരിക്കണം. ഓക്കെ, പിന്നെ അതേപോലെ ഓപ്ഷൻസ് വേറെ താഴെ വരുന്നുണ്ട്, പക്ഷെ അതൊന്നും സെലക്ട് ചെയ്യരുത്. കാരണം പ്ലോട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് നമുക്ക് ഷീറ്റ് സൈസിൽ കിട്ടത്തില്ല. അപ്പൊ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോർമാറ്റിലുള്ളത് മാത്രം സെലക്ട് ചെയ്യുക. ഓക്കെ, ഞാൻ ISO ഫുൾ ബ്ലീഡ് A4 സെലക്ട് ചെയ്തു. ഓക്കെ, പിന്നെ നോക്കേണ്ടത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ലെയർ സെറ്റ് ചെയ്യുന്നത് പറഞ്ഞല്ലോ. അപ്പൊ ആ ലെയറിന് ഇപ്പൊ ലൈൻ വെയിറ്റും ട്രാൻസ്പെറൻസി കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യുന്ന PDF-ൽ റിഫ്ലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ടിക്ക് ആയിരിക്കണം. ഇപ്പൊ ലൈൻ വെയിറ്റ് ഓൾറെഡി ടിക്കഡ് ആണ്. ഓക്കെ, ട്രാൻസ്പാരൻസി ഞാൻ ടിക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ പ്ലോട്ട് സ്റ്റൈലൊക്കെ ഓട്ടോമാറ്റിക്കലി ടിക്കഡ് ആണ്. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുക. പിന്നെ ഡ്രോയിങ് ഓറിയന്റേഷൻ, ഇത് പോർട്രേറ്റ് ഷേപ്പിലാണോ ലാൻഡ്സ്കേപ്പ് ഷേപ്പിലാണോ ചെയ്യേണ്ടത്? ഇപ്പൊ എക്സാമ്പിൾ ഞാൻ ലാൻഡ്സ്കേപ്പ് എന്താ പറയുക ഓറിയന്റേഷനിലാണ് ഞാൻ പ്ലോട്ട് ചെയ്യുന്നത് വിചാരിക്കാം. ഞാൻ ലാൻഡ്സ്കേപ്പ് എന്നുള്ളത് സെലക്ട് ചെയ്തു. ഓക്കെ, ഇത്രയും ചെയ്ത് സെറ്റ് ചെയ്യണം ബേസിക് ആയിട്ട്. ഓക്കെ, പിന്നെ ചെയ്യേണ്ടത്, പിന്നെ ഇതും കൂടി നോക്കണം കേട്ടോ, സെന്റർ ദ പ്ലോട്ട്. അതായത് നമ്മൾ എന്താ പറയുക പ്ലോട്ട് ചെയ്യുന്ന ഡ്രോയിങ് നമ്മൾ A4 ഷീറ്റിന്റെ സെന്ററിൽ പ്ലേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ടിക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ഡിസ്പ്ലേയിൽ വിൻഡോ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ നമ്മൾ ഡ്രോയിങ്ങിലേക്ക് പോകുമ്പോഴേക്കും ക്ലിക്ക് ചെയ്ത് കണ്ടോ, ഡ്രോയിങ്ങിലേക്ക് പോയി. ഇനി നമ്മൾ ഒരു സ്ക്രീൻ വരയ്ക്കുക എന്നുള്ളതാണ്. നമ്മൾ ഡ്രോയിങ് ഉൾപ്പെടുന്ന രീതിയിൽ ഒരു സ്ക്രീൻ വരയ്ക്കുക. കണ്ടോ, ഇപ്പം സ്ക്രീൻ വരച്ചാൽ ഈ ബോക്സിന്റെ ഉള്ളിലുള്ള ഡ്രോയിങ് ആണെങ്കിൽ പ്ലോട്ട് ചെയ്യാണ്ട്. ഓക്കെ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് നമ്മുടെ ആ ഒരു ബോക്സിലേക്ക് തന്നെ എത്തും.
ഇവിടെ പ്രിവ്യൂ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇതായിരിക്കും PDF ആയിട്ട് വരിക. ഇതേപോലെ PDF ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, ഇത് പ്രിവ്യൂ എടുത്തത് നമുക്ക് സാമ്പിൾ നോക്കാൻ വേണ്ടിയിട്ടാണ് എങ്ങനെയുണ്ട്. ഇനി എന്തെങ്കിലും എഡിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എസ്കേപ്പ് അമർത്തിയിട്ട് എന്തെങ്കിലും എഡിറ്റ് ഒക്കെ ചെയ്തിട്ട് വേണമെങ്കിൽ വീണ്ടും പ്രിവ്യൂ അടിക്കാം. എന്നിട്ട് ഇത് ഓക്കെ ആണെന്ന് തോന്നിയിട്ട് മാത്രം എന്ത് ചെയ്താൽ മതി, ഇത് പ്ലോട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പൊ ഞാൻ നോക്കി ഓക്കെ ആണ് എന്ന് തോന്നിയാൽ ഒന്നുമില്ല, വീണ്ടും ഈ കോർണറിലുള്ള ഈ പ്രിന്ററിന്റെ സ്വിച്ച് അമർത്തുക. ഓക്കെ, അപ്പോൾ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും. ഓക്കെ, അപ്പോൾ എവിടെയൊക്കെ വേണ്ടിപ്പോൾ ഞാൻ ഡെസ്ക്ടോപ്പ് എടുത്തു. ഓക്കെ, അതിൽ ഞാൻ ജസ്റ്റ് കൊടുക്കുകയാണ് ബെഡ്റൂം പ്ലാൻ എന്നുള്ളത് ബെഡിന് കൊടുത്തു. കണ്ടോ, താഴെ കണ്ടോ PDF ഓപ്ഷനിലാണ് സേവ് ആകാൻ പോകുന്നത്. ഓക്കെ, ദെൻ ജസ്റ്റ് സേവ് എന്ന് കൊടുക്കുക. സേവ് എന്ന് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ സേവ് ചെയ്ത PDF ഓപ്പൺ ആവും. കണ്ടോ, ഇതിപ്പോൾ PDF ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആയില്ല. നമുക്ക് ആണെങ്കിൽ നമ്മൾ സേവ് ചെയ്ത സ്ഥലത്ത് പോയാലും ബെഡിന് ഇത് ഓപ്ഷൻ കിട്ടും. ഓക്കെ, ഇത് ഓപ്പൺ ചെയ്താൽ നമുക്ക് PDF കാണാൻ പറ്റും. ഓക്കെ, ഇതിപ്പോ ഒരു കളറിൽ കൊടുത്തുകൊണ്ടാണ് ഈ കളറിൽ വരുന്നത്. ഓക്കെ, ഈ കളറിന്റെ ഇത് വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. ആണെങ്കിൽ ഫുള്ള് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെക്സ്ചറിലേക്ക് അല്ലെങ്കിൽ കളർ ഷെയ്ഡിലേക്ക് വേണമെങ്കിൽ കൊണ്ടുപോയി ചെയ്യാം. ഓക്കെ, അത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യാം, DWG PDF നമ്മൾ കൺവേർട്ട് ചെയ്യും. എന്നിട്ട് ഈ ഫയൽ നമുക്ക് വേണമെങ്കിൽ വാട്സാപ്പിൽ അയച്ചെടുക്കുക. ഓക്കെ, എന്തെങ്കിലും ചെയ്യാം, മെയിൽ ചെയ്യുകയൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ അസൈൻമെന്റ് ഒക്കെ തരുമ്പോഴേ നിങ്ങളിങ്ങനെ ഫോട്ടോ എടുക്കുകയോ അങ്ങനെ സ്ക്രീൻഷോട്ട് എടുക്കുന്ന ആവശ്യമില്ല. ഇതേപോലെ പ്ലോട്ട് ചെയ്തിട്ട് PDF ആയിട്ട് എനിക്ക് അയച്ചു തന്നാൽ മതി. ഓക്കെ, ഞാൻ ഒന്നുകൂടി ഒന്ന് പറഞ്ഞുതരാം. ഫൈവ് ഒന്നുകൂടി ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കട്ടോ. ഇത് ക്ലാരിറ്റി മനസ്സിലാവുന്നുണ്ടോ ചെയ്ത് പറഞ്ഞത്? മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ഞാൻ ഒന്നുകൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് നമ്മുടെ ഡ്രോയിങ് ഇതാണ്. ഓക്കെ, പ്ലോട്ട് ചെയ്യാണെങ്കിൽ സിമ്പിൾ ആണ്. ജസ്റ്റ് പ്ലോട്ട് എന്ന് കൊടുക്കുക. ഓക്കെ, പ്ലോട്ട് എന്ന് ഫസ്റ്റ് ഓപ്ഷൻ വരും. ഓക്കെ, നമ്മുടെ ബോക്സ് വരും. ഓക്കെ, ഇതിൽ ഫസ്റ്റ് സെറ്റ് ചെയ്യേണ്ടത് ഇതാണ്. അത് നമ്മൾ എന്ത് ചെയ്യുക, DWG PDF സെറ്റ് ചെയ്ത്. ഓക്കെ, അതാണ് ഇതിന്റെ കൺവേർഷൻ വരുന്നത്. പിന്നെ പേപ്പറിന്റെ സൈസ് ഇത് കൊണ്ട് ഓട്ടോമാറ്റിക്കലി ഇത് ISO A4 സ്ഥലത്തെ കിടക്കുന്നത്, ഒരു ഫോർമാറ്റിലേക്ക് കിടക്കുന്നത്. അത് മാറ്റണം. ISO ഫുൾ ബ്ലേഡ് എന്നുള്ള ഓപ്ഷനിലേക്ക് മാറ്റണം. ഓക്കെ, ഞാൻ ISO ഫുൾ ബ്ലേഡ് A4 ഓക്കെ സെലക്ട് ചെയ്തു. പിന്നെ ലൈൻ വെയിറ്റ് ടിക്കർ ലൈൻ സെറ്റ് ചെയ്തു. ട്രാൻസ്പാരൻസി ടിക്കാക്കി. ഓക്കെ, സെന്റർ ടു ദ പ്ലോട്ട് ആക്കി. ഇപ്പോൾ ലാൻഡ്സ്കേപ്പ് ആണോ പോർട്രേറ്റ് ആണോ പ്രിന്റ് എടുക്കേണ്ടത് വെച്ചാൽ അതുപോലെ സെറ്റ് ചെയ്യാം. പിന്നെ ചെയ്യേണ്ട ലാസ്റ്റ് ഓപ്ഷനാണ് ഇത്, വിൻഡോ വരച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്യാൻ പോവുക ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വിൻഡോ എന്നുള്ളത് സെലക്ട് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇതിലേക്ക് വരും. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ ഒരു വിൻഡോ വരക്കാൻ പോവാണ്. ആ വിൻഡോന്റെ ഉള്ളിൽ വരുന്ന ഡ്രോയിങ് ആണ് പ്ലോട്ട് ചെയ്യാൻ പോകുന്നത്. ഞാൻ വിൻഡോ വരച്ചു. ഓക്കെ, വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പ്രിവ്യൂ സെലക്ട് ചെയ്യാം. കണ്ടോ, പ്രിവ്യൂ സെലക്ട് ചെയ്താൽ ഞാൻ പോർട്രേറ്റ് ഷേപ്പ് എടുത്തുകൊണ്ടാണ് ഷീറ്റ് ഈ സൈസിൽ വന്നത്. ഓക്കെ, പോർട്രേറ്റ് ഷേപ്പിൽ ഞാനൊരു ബെഡ്റൂമും ഇങ്ങനെ സെലക്ട് ചെയ്തു. ഇപ്പൊ ഞാൻ കുറച്ചും കൂടി വലുതായിട്ടാണ് എന്ത് ചെയ്തത്, ഡ്രോയിങ്ങിന്റെ ആ വിൻഡോ വരച്ചത്. അപ്പൊ ഇവിടെയൊക്കെ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇവിടെ അത്യാവശ്യം ഗ്യാപ്പ് ഉണ്ട്, ഇവിടെ ഗ്യാപ്പ് ഉണ്ട്. ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് കുറക്കാം. ഞാൻ കുറക്കുന്നു നോക്കോ, ഒന്നുകൂടി ഈ വിൻഡോ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യാം. ഇവിടെ വിൻഡോ സെലക്ട് ചെയ്തിട്ട് പിന്നെ ഇവിടെ വിൻഡോ ഓപ്ഷൻ വരും. അതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇത് ഞാൻ നേരത്തെ സെലക്ട് ചെയ്ത സംഭവം. ഒന്നുകൂടി വേണമെങ്കിൽ എനിക്ക് അടുപ്പിച്ച് സെലക്ട് ചെയ്യാം. കണ്ടോ, കുറച്ച് അടുപ്പിച്ച് വന്നിട്ട് ഞാൻ എന്ത് വിൻഡോ വരച്ചു. അപ്പൊ ഒന്നുകൂടി കണ്ടോ വലുതായിട്ട് ബെഡ്റൂം വന്നു. അപ്പൊ നമ്മൾ അവിടെ എങ്ങനെ വിൻഡോ വരക്കുന്നു അതിന് ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു ഷീറ്റിന്റെ ഉള്ളിൽ വരുന്ന സൈസ്, ഓരോ ബോർഡറിന്റെ സൈസ് ഫിക്സ് ചെയ്യാം. ഓക്കെ, സെന്റർ ടു പ്ലോട്ട് കൊടുത്താൽ എല്ലാ സൈഡിലും ഈക്വൽ ആയിട്ട് കിട്ടും. ഓക്കെ, പിന്നെ ഈ ബെഡ്റൂം ഷീറ്റിന്റെ സൈസ് പോർട്രേറ്റ് ആവുന്നതുകൊണ്ടാണ് ഇവിടെയും ഡിസ്റ്റൻസ് കൂടിയത്, ഇവിടെയും ഡിസ്റ്റൻസ് കുറവുള്ളത്. ഓക്കെ, പക്ഷെ സെന്റർ ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുക. ഇത്തിരി ആയി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്നുമില്ല, നമ്മുടെ ഈ പ്രിന്റർ പ്ലോട്ട് എന്നുള്ള ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് എവിടെ സേവ് ചെയ്യേണ്ടത് വെച്ചാൽ അവിടെ സേവ് ചെയ്യാം. ബെഡ് എന്നുള്ളതിന്റെ മുകളിൽ കൂടെ ഒന്ന് സേവ് ചെയ്യാം. സെലക്ട് ചെയ്യാം, സേവ് കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താവും, നമ്മുടെ PDF ഓപ്പൺ ആവാം. ഓക്കെ, ഇത് പുറത്ത് ഉണ്ടാവും. ഓക്കെ, PDF. എന്നിട്ട് ഇത് നമുക്ക് അയക്കുകയും ചെയ്യാം. ഓക്കെ, ഇതാണ് നോർമൽ ആയിട്ട് നമ്മൾ പെട്ടെന്നൊക്കെ ഒരു പ്ലോട്ട് ചെയ്യുമ്പോൾ കൊടുക്കേണ്ട സംഭവങ്ങൾ. ഓക്കെ, പക്ഷെ ഒരു ഓട്ടോകാഡ് അല്ലെങ്കിൽ ഒരു ഓഫീസിൽ കയറിയിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ അത് കുറച്ചും പ്രൊഫഷണൽ ആയിട്ട് പ്ലോട്ട് ചെയ്യണം. ഓക്കെ, അതാണ് ഞാൻ നെക്സ്റ്റ് ആയിട്ട് പറയാൻ പോകുന്നത്. ഇത് പ്ലോട്ടിങ് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. ഇതാണ് ബേസിക് പ്ലോട്ടിംഗ് ഉള്ളത്. ഓക്കെ, ഇനി ഈ സംഭവം എങ്ങനെ പ്രൊഫഷണൽ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഓഫീസിൽ കയറുമ്പോൾ നമ്മൾ എങ്ങനെ പ്ലോട്ട് ചെയ്യുന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആണോ ഫഹമി? ക്ലിയർ ആണ്. ഓക്കെ,
അപ്പോൾ ഇതാണ് പ്ലോട്ടിങ്. ഓക്കെ, ഈ ഓട്ടോ ക്യാഡിൽ വേറെ സംഭവം ശ്രദ്ധിക്കേണ്ട ഈ താഴെയുള്ള ടാബ്സ് ആണ്. ഓക്കെ, ഇവിടെ 2-3 ടാബ് ഉണ്ട് ഡിഫോൾട്ട് ആയിട്ട്. ഒന്ന് മോഡൽ. മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഓട്ടോ ക്യാഡിൽ ഡ്രോ ചെയ്യണമൊക്കെ മോഡലിനില്ല ക്യാൻവാസിലായിരിക്കണം. ഓക്കെ, നമ്മൾ ഇതിലാണ് എല്ലാം വരയ്ക്കുന്നത്. ഈ മോഡൽ ഇപ്പോൾ ഓട്ടോമാറ്റിക് അത് സെലക്ട് ചെയ്ത് മോഡലിലാണ് ഇത്രയും കാലം നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ അത് ലേഔട്ട് എന്നുള്ള ഓപ്ഷനിലേക്ക് പോകണം. ഓക്കെ, എന്ത് പ്ലോട്ട് ചെയ്യുകയാണെങ്കിലും അത് ലേഔട്ട് എന്നുള്ള ഓപ്ഷനിലേക്ക് പോകണം. ഓക്കെ, ഇവിടെയാണ് പ്ലോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് അങ്ങനെ കുറെ പ്ലോട്ട് ലേഔട്ട് 1 ഉണ്ട്, ലേഔട്ട് 2 ഉണ്ട്. ഓക്കെ, ആണെങ്കിൽ ഇവിടെ പ്ലസ് അമർത്തി കഴിഞ്ഞാൽ ലേഔട്ട് 3 വരും. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഓരോന്നും സെറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇപ്പൊ പ്ലാന് നമ്മൾ പ്ലോട്ട് ചെയ്യണം. അപ്പൊ വേണമെങ്കിൽ ലേഔട്ട് 1 മാത്രം വേണമെങ്കിൽ പ്ലാൻ എന്നുള്ള പേര് കൊടുക്കാം ഇതിന് വേണ്ടിയിട്ട്. ഇതിൽ പ്ലാന് മാത്രമായിരിക്കും. ഈ ലേഔട്ടിൽ വേണമെങ്കിൽ സെക്ഷന് മാത്രം വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഇതിൽ വേണമെങ്കിൽ എലിവേഷന്റെ ഡ്രോയിങ്സ് മാത്രം വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ എന്ത് പ്ലോട്ട് ചെയ്യുമ്പോഴും അത് ലേഔട്ടിലായിരിക്കും വേണ്ടത്. ഫോർ എക്സാമ്പിൾ നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ ഇപ്പൊ ഇത് ചുമ്മാ പ്ലോട്ട് ചെയ്തെടുക്കുക. ഫോർ എക്സാമ്പിൾ നമ്മൾ പ്ലോട്ട് ചെയ്തത് നോക്കിയാൽ മനസ്സിലാവും. കണ്ടോ, ഒരു ബോർഡറോ അല്ലെങ്കിൽ ഒരു ടൈറ്റിൽ കാർഡോ ഒന്നുമില്ല, ജസ്റ്റ് ഒരു വൈറ്റ് പേപ്പറിൽ ജസ്റ്റ് പ്ലാൻ വന്ന ഫീലാണ്. പക്ഷെ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ പ്രൊഫഷണൽ രീതിയിൽ ഒരു ഓഫീസിൽ കയറിയാൽ അല്ലെങ്കിൽ നിങ്ങൾ ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ പോലും അതിനൊരു പ്രൊഫഷണൽ രീതിയിൽ കീപ്പ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു ലേഔട്ട് പ്രിപ്പയർ ചെയ്യണം എപ്പോഴും. അത് A4 സൈസിൽ നമ്മൾ ഉണ്ടാക്കണം, A3 സൈസിൽ നമ്മൾ ലേഔട്ട് ഉണ്ടാക്കണം. ഓക്കെ, ലേഔട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതൊരു ലേഔട്ട് ആണ്. ഓക്കെ, ഇതിപ്പോ A3 ഷീറ്റിന്റെ പോർട്രൈറ്റ് സൈസുള്ള ലേഔട്ട് ആണ്. ഇത് A3 ഷീറ്റിന്റെ ലാൻഡ്സ്കേപ്പ് സൈസുള്ള ലേഔട്ട് ആണ്. ലേഔട്ട് മീൻസ് ഇതാണ് അതിന്റെ ലേഔട്ട്. അതിനൊരു ബോർഡർ ഉണ്ട്. ഓക്കെ, അതിനൊരു ടൈറ്റിൽ ഉണ്ട്. ഓക്കെ, നോട്ട് മാർക്ക് ചെയ്യുന്ന ഒരു സെക്ഷൻ ഉണ്ട്, റിമാർക്സ്, നോട്ട്, പിന്നെ റിവിഷൻ എഴുതാനുള്ള കോളംസ്. ഓക്കെ, പിന്നെ ഇതിന്റെ ഡ്രോയിങ്ങിന്റെ പേര്, ക്ലയന്റിന്റെ പേര്, ഓക്കെ, ഓഫീസിന്റെ പേര്. ഓക്കെ, പിന്നെ ഇത് എന്ത് ഡ്രോയിങ് ആണെന്നില്ല ഇതിന്റെ പേര്. ഓക്കെ, പിന്നെ ആരെ ചെക്ക് ചെയ്ത് അതാ ഡ്രോ ചെയ്ത് ഡേറ്റ്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നോർമലി ഒരു ലേഔട്ട്. ഇതിനാണ് ലേഔട്ട് എന്ന് പറയാം. ഓക്കെ, ഒരു ഡ്രോയിങ്ങിന്റെ ലേഔട്ട് എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഈ ലേഔട്ട് ആണ് നമ്മുടെ എന്ത് മെയിൻ ടൈറ്റിൽ കാർഡ്. ഇതിൽ വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഡ്രോയിങ് സെറ്റ് ചെയ്തിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്യാൻ. ഒന്നുമില്ല, നേരത്തെ പ്ലോട്ട് ചെയ്ത പോലെ തന്നെ ഈ കോർണറിൽ നിന്ന് ഈ കോർണറിലേക്ക് വിൻഡോ വരക്കും. അപ്പോൾ എന്ത് ചെയ്തു, അതായിരിക്കും PDF വരിക. ഓക്കെ, അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. നമ്മൾ ചെയ്യുന്ന ഡ്രോയിങ് ഇതിനകത്ത് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് പ്രൊഫഷണൽ രീതിയിൽ ചെയ്യുക. അപ്പൊ എന്താ വെച്ചാൽ ഈ ഒരു സംഭവം ഉണ്ടാക്കുക എന്നുള്ളതാണ്, ഈ ടൈറ്റിൽ കാർഡ് വരച്ചുണ്ടാക്കുക എന്നുള്ളതാണ്. ഒന്നുമില്ല, നമ്മുടെ A4 സൈസ് നോക്കിയിട്ട് അതിനനുസരിച്ച് റെക്ടാങ്കിൾ ഒക്കെ വരച്ചിട്ട് ഇതേപോലെ സെറ്റ് ചെയ്യാം. വരച്ച് ലൈനൊക്കെ വെച്ച് വരച്ചുണ്ടാക്കുന്നതാണ്. വേറെ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. നമ്മൾ സാധാ ഡ്രോയിങ് ചെയ്യുന്ന പോലെ നെയിമും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ടൈപ്പ് ചെയ്തുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ഓക്കെ, ഇതിപ്പോ നിങ്ങളൊരു ഓഫീസിൽ പോവുകയാണെങ്കിൽ ഇത് നിങ്ങളായി സ്വന്തമായിട്ട് ഉണ്ടാക്കേണ്ടി വരില്ല. ഒരു ഓഫീസിന് ഡിഫോൾട്ട് ആയിട്ട് ഈ ലേഔട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ജസ്റ്റ് അത് കോപ്പി ചെയ്യുക, ഈ ലേഔട്ട് എന്നുള്ള ഓപ്ഷനിലേക്ക് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇവിടെ ഡ്രോയിങ് സെറ്റ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാൻ ഈ ഡ്രോയിങ് ഓക്കെ, ഇപ്പൊ ഞാൻ ലേഔട്ട് കോപ്പി ചെയ്തു. ഓക്കെ, നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ഇപ്പോൾ ഇതിന്റെ ഓഫീസിന്റെ ലേഔട്ട് ആണിത്. ഞാൻ ഈ ലേഔട്ട് മാത്രം എന്ത് ചെയ്തു, കോപ്പി ചെയ്തു. കൺട്രോൾ അമർത്തി പിടിച്ചിട്ട് C അമർത്തി കഴിഞ്ഞാൽ കോപ്പി ആവും. കേട്ടോ, കോപ്പി ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് എന്ത് ചെയ്യണം, ഞാൻ പുതിയ ലേഔട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, ലേഔട്ട് 3 എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഇതിലുള്ള സംഭവം സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഇവിടെ കൺട്രോൾ അമർത്തി പിടിച്ചിട്ട് ബി എന്ന് അമർത്തിയ പേസ്റ്റ്. ഓക്കെ, കൺട്രോൾ അമർത്തി പിടിച്ച് C അമർത്തിയ കോപ്പി, പിന്നെ കൺട്രോൾ അമർത്തി പിടിച്ച് B അമർത്തി കഴിഞ്ഞാൽ പേസ്റ്റ്. ഓക്കെ, രണ്ടിലും ഷോർട്ട് കീ ആണ് കേട്ടത്. അത് നോട്ട് ചെയ്തോ, ഇമ്പോർട്ടന്റ് ആണ്. കുറച്ച് ഫാസ്റ്റ് ആവുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഷോർട്ട് കീസ് ഒക്കെ പഠിക്കണം. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഈ ലേഔട്ട് 3 ഞാനിത് പേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, പേസ്റ്റ് ചെയ്തപ്പോ എന്തായി, ഇവിടെ എനിക്കൊരു ലേഔട്ട് കിട്ടി. ഓക്കെ, ഇങ്ങനെ വിചാരിക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ലേഔട്ട്. ഓക്കെ, ഈ ലേഔട്ടിൽ ഇനി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഡ്രോയിങ് വരുത്തണം. ഓക്കെ, നമ്മൾ ഡ്രോയിങ് ആണ് ഈ സംഭവം, ഈ ബെഡ്റൂം. ഇത് ഞാൻ അവിടെ വെക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ്. ഓക്കെ, ഇത്രയും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ജസ്റ്റ് കോപ്പി ചെയ്യുക, ലേഔട്ടിന്റെ ഓപ്ഷൻ എടുക്കുക, അവിടെ പേസ്റ്റ് ചെയ്യുക, ഇത്രേ ചെയ്യാനുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മളെ ഡ്രോയിങ് എത്തിക്കാൻ ചെയ്യേണ്ട ഒരു ഓപ്ഷനാണ് വ്യൂ പോർട്ട് എന്നത്.
ഓക്കെ, വ്യൂ പോർട്ട് ടൈപ്പ് ചെയ്താൽ ഫസ്റ്റ് വരും. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബോക്സ് വരും. ഇതിലൊന്നും ചെയ്യേണ്ടതില്ല, ജസ്റ്റ് ഓക്കെ അടിച്ച് പോയാൽ മതി. ഓക്കെ അടിച്ച് പോയാൽ നമുക്ക് ഇതാ ഒരു ഓപ്ഷൻ വരും, ഒരു റെക്ടാങ്കിൾ വരയ്ക്കാനുള്ള ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ ഞാനിതാ ഈ ഒരു ക്യാൻവാസിനാണല്ലോ നമുക്ക് ഡ്രോയിങ് വരണ്ടേ. ഞാനിതാ ഈ കോർണർ തൊട്ടിട്ട് ഈ കോർണർ വരെ ക്ലിക്ക് ചെയ്തു, കണ്ടോ? അപ്പൊ അവിടെ എന്തായി, നമ്മുടെ മോഡലിലുള്ള ഡ്രോയിങ് എല്ലാം അവിടെ വന്നു. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ഇനി ഇതിന്റെ ഉള്ളിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് കണ്ടോ ഇതൊരു വിൻഡോ വരികയാണ്. നമ്മൾ ഓട്ടോമാറ്റിക്കലി അപ്പുറത്തെത്തി. ഓക്കെ, എന്നിട്ട് ഇതിനെ സൂം ചെയ്യാം നമുക്ക്, കണ്ടോ? സൂം ചെയ്തിട്ട് നമുക്ക് ഡ്രോയിങ് എങ്ങനെ ഈ ഷീറ്റിൽ വേണ്ട വെച്ചാൽ അതുപോലെ സെറ്റ് ചെയ്യാം. സൂം സെഡ് അമർത്തി കഴിഞ്ഞാൽ സൂമിൽ ഓപ്ഷൻ വരും. അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ റെക്ടാങ്കിൾ വരച്ചു കൊടുത്താൽ കണ്ടോ അതേപോലെ സെറ്റ് ആവും. ഓക്കെ, എന്നിട്ട് ഇതേപോലെ സെറ്റ് ചെയ്യാം, പുറത്ത് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പൊ എന്തായി കണ്ടോ, പുറത്ത് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വരാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ എന്ത് സൂം ഔട്ട് സൂം ഇന്നും ചെയ്താൽ ഇതിൻ്റെ ഉള്ളിൽ ആയിരിക്കും അത് വർക്ക് ആവുക. ഓക്കെ, നമുക്ക് ഇനി പ്ലോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുറത്ത് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് വേണം പ്ലോട്ട് ചെയ്യാൻ. ഇപ്പൊ കണ്ടോ, ഇപ്പൊ ഇതിനുള്ളിൽ ബെഡ്റൂമിന്റെ ഡ്രോയിങ് സെറ്റായി. ഇനി ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ ചെയ്ത സെയിം ഫോർമാറ്റ്, പ്ലോട്ട് ചെയ്യുന്ന സെയിം ഫോർമാറ്റ് പ്ലോട്ട് എടുത്തു. അപ്പോൾ നേരത്തെ ഞാൻ ലാസ്റ്റ് ഒരു ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്, എന്ത് DWG ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ലാസ്റ്റ് റീസെന്റ് ആയിട്ട് എന്ത് സെറ്റ് ചെയ്തോ അത് വീണ്ടും കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ നെയിമില് പ്രീവിയസ് പ്ലോട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ലാസ്റ്റ് ചെയ്ത പ്ലോട്ട് ചെയ്ത് അതേ ഫോർമാറ്റിൽ എത്തും. ഇത് സെലക്ട് ചെയ്തു, കണ്ടോ? അപ്പൊ ഞാൻ ലാസ്റ്റ് സെറ്റ് ചെയ്ത അതേ ഫോർമാറ്റിൽ ഇവിടെ എത്തി. ഓക്കെ, ഇനി ഒന്നുമില്ല, വിൻഡോ സെലക്ട് ചെയ്യാം, ഇതിൽ കോർണർ, ദെൻ ഈ കോർണർ സെലക്ട് ചെയ്യാം, എന്നീ പ്രിവ്യൂ എടുത്തു കഴിഞ്ഞാൽ കണ്ടോ. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഒരു ലേ ഔട്ട് നമ്മൾ പ്ലോട്ട് ചെയ്താൽ ഉണ്ടാവേണ്ട സംഭവം. ഓക്കെ, എന്നിട്ട് ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഓക്കെ അടിക്കുക, സേവ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമ്മൾ കണ്ടത് ജസ്റ്റ് ഒരു എന്താ പറയാ, നമ്മൾ അവിടെ ചെയ്ത കളർ തന്നെയാണ് എല്ലാ ലൈൻസും ഒക്കെ കാണുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ മാറ്റാം. ഇവിടെ പ്ലോട്ട് സ്റ്റൈലിൽ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലുണ്ട് നമുക്ക് മോണോക്രോമോ ഗ്രേ സ്കെയിലോ ഒക്കെ ആക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഗ്രേ സ്കെയിൽ ആക്കി കഴിഞ്ഞിട്ട് ജസ്റ്റ് പ്രിവ്യൂ അടിച്ചാൽ മതി, കണ്ടോ? ഫുള്ളൊരു ഗ്രേ സ്കെയിലായി. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും ഓട്ടോമാറ്റിക് കളർ മാറ്റാം. അപ്പോൾ നോർമലി നമ്മൾ പ്ലാൻ ഒക്കെ പ്രിന്റ് എടുക്കുമ്പോൾ ഗ്രേ സ്കെയിലാണ് കൊടുക്കുക. ഓക്കെ, ഈ ഹലോ 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 കേൾക്കുന്നുണ്ടോ? ഇപ്പൊ റെഡി. ആ, വിസിബിൾ അല്ലല്ലോ? ഓ, വോയിസ് സൗണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. സൗണ്ട് ഉണ്ട് എല്ലാവരും. ഹലോ ഹലോ
ഓക്കെ ആണോ? കേൾക്കുന്നുണ്ടോ? ഇപ്പൊ ഓക്കെ. ഓക്കെ, അപ്പൊ ലാസ്റ്റ് പറഞ്ഞെന്ന് വെച്ചാൽ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്ലോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ പ്ലാനൊക്കെ ഇങ്ങനെ ഒരു ഗ്രേ സ്കെയിലാണ് നോർമലി പ്ലോട്ട് ചെയ്യാം. പിന്നെ ഈ ഇലക്ട്രിക്കലും പ്ലംബിംഗ് ഒക്കെയാണ് കൂടുതൽ നമ്മൾ കളറിൽ പ്ലോട്ട് ചെയ്യാം. ഓക്കെ, കാരണം അതിൽ കുറേ ലേബലിംഗ് വരുന്നതുകൊണ്ടാണ് അങ്ങനെ പ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നോർമലായിട്ട് ഇത് കൊടുക്കുക, ദെൻ സേവ് അടിക്കുക. ഇങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുക. ഓക്കെ, ഇപ്പൊ ചെയ്തതെന്ന് വെച്ചാൽ കുറച്ചും കൂടി പ്രൊഫഷണൽ രീതിയാണ്. ഇങ്ങനെ വേണം പ്ലോട്ട് ചെയ്യാൻ. ലേഔട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മുടെ വ്യൂ പോർട്ട് എന്നൊരു ഓപ്ഷൻ എടുക്കും. എന്നിട്ട് നമുക്ക് വേണ്ട പോർഷനിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു വിൻഡോ വരച്ചു കൊടുക്കും. ഓക്കെ, എന്നിട്ട് അതിനുള്ളിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡ്രോയിങ് എങ്ങനെ വേണ്ടിച്ച് സെറ്റ് ചെയ്യാം. ഓക്കെ, മെറ്റീരിയൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എങ്ങനെ വേണ്ടി വെച്ചാൽ. ഓക്കെ, എന്നിട്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് നിൽക്കുക. എന്നിട്ട് പ്ലോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ പുറത്ത് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് പ്ലോട്ട് ചെയ്യാനുള്ള ഓപ്ഷനിൽ എത്തുള്ളൂ. ഓക്കെ, ഇത് ക്ലിയർ ആണോ ഫൈൻ? അതില് ലേഔട്ട് അടിക്കുമ്പോ നമ്മളെ ഫിഗർ കുറച്ച് സൈഡിലോട്ടാണ് പിന്നെ ഞാൻ നിങ്ങളെ ഒപ്പം തന്നെ ചെയ്ത് നോക്കി. അങ്ങനെ ലേഔട്ട് കൊടുക്കുമ്പോൾ നമ്മളെ ഓട്ടോമാറ്റിക്കൽ കാഡിൽ വരച്ചിട്ടുള്ള ഡ്രോയിങ് ഉണ്ടാവില്ലേ, അതിക്ക് എത്തുന്നില്ല. അത് എത്തുന്നുണ്ട്. അതൊരു ലേഔട്ടിന്റെ സൈഡിലാണ് വരുന്നത്. ലേഔട്ടിന്റെ സൈഡിൽ അത് എന്താ അറിയോ എന്നൊക്കെട്ടോ, ഞാൻ ഒന്നൊരു കാണിച്ചു തരാം. ഞാൻ ആ വ്യൂ പോർട്ട് എന്നുള്ള സാധനം ഡിലീറ്റ് ചെയ്യാണ്. ഡിലീറ്റ് ചെയ്തു. ഓക്കെ, വ്യൂ പോർട്ട് എന്നുള്ള ജസ്റ്റ് വരക്കുക. ഓക്കെ, വ്യൂ പോർട്ട് ശരേ പറയും. ഒരു പുതിയ ഡ്രോയിങ് വെറുതെ ഒരു സ്ക്വയർ എന്തെങ്കിലും വരച്ചിട്ട് ഒന്ന് ആദ്യം മുതലേ ഒന്ന് കാണിച്ചു തരും. അപ്പൊ നിങ്ങള് വരച്ച ഡ്രോയിങ്ങിലല്ല, പുതിയ ഇതെടുത്തിട്ട് ഇപ്പൊ കാണിച്ചു ഓർഡറിനെ പുതിയത് മാറ്റിട്ട്. ഞാൻ പുതിയ ഡ്രോയിങ് എടുത്തിട്ടോ. ഓക്കെ, പുതിയ ഡ്രോയിങ് എടുത്തു. ഞാൻ ഒരു റെക്റ്റാങ്കിൾ വെച്ച് വരയ്ക്കുകയാണ് കേട്ടോ. ഡയമെൻഷൻ കൊടുത്തു, ഒരു 300x400. ഓക്കെ, ഡ്രോയിങ് വെച്ചു. ഓഫ്സെറ്റ് 23 സെന്റിമീറ്റർ. ഓക്കെ, ഇത്തിരി ഡ്രോയിങ് നോർമലി വരച്ചു. ഓക്കെ, ഇനി ഞാൻ ആ ലേഔട്ട് ജസ്റ്റ് കോപ്പി ചെയ്യാം. ഓക്കെ, ആ ലേഔട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും. ഓഫീസിലൊക്കെ ആണെങ്കിൽ ഈ ലേഔട്ട് കിട്ടും. ഞാൻ ഈ ലേഔട്ട് കോപ്പി ചെയ്യാൻ പോവാം. Ctrl+C അടിച്ചു. ഓക്കെ, എന്നിട്ട് നമ്മൾ ലേഔട്ട് എടുത്തു. ഇതിൽ ഓൾറെഡി ഒരു സാധനം കിടക്കുന്നുണ്ട്, അത് മൊത്തം സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഇവിടെ Ctrl+V അടിച്ചു, പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഇങ്ങനെ വരും. ഓക്കെ, ഇതിൽ എന്ത് ചെയ്യാം, വ്യൂ പോർട്ട് നടിക്കും. വ്യൂ പോർട്ട് നടിച്ചു, സെലക്ട് ചെയ്തു, ബോക്സ് വന്നു, ഓക്കെ അടിച്ചു. ദെൻ ഇതിന്റെ വേണ്ട പോർഷനിൽ ഈ കോർണർ ടു ഈ കോർണറിലേക്ക് വരച്ചു. ഓക്കെ, എന്നിട്ട് ഇതിലൂടെ ഡബിൾ ക്ലിക്ക് ചെയ്തു. കണ്ടോ, ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൂം ഇൻ സൂം ഔട്ടും ചെയ്യാം. അപ്പൊ അവിടെ എന്ത് ഡ്രോയിങ് ഉള്ളത് അത് സംഭവം ഇവിടെ വരും. കണ്ടോ, എന്നിട്ട് പിന്നെ വേണ്ട പോലെ സെറ്റ് ചെയ്യാം, പുറത്ത് ഡബിൾ ക്ലിക്ക് ചെയ്യാം, അപ്പോൾ കിട്ടും. ഇല്ലേ, ശരിയായോ? എങ്ങനെ ലേഔട്ട് ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്തതായിരിക്കും അല്ലേ? ഇത് ഓട്ടോമാറ്റിക് സെറ്റ് ചെയ്തതാണ് നമ്മള്. ഇനിയിപ്പോ അതല്ല, ലേഔട്ട് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്താലും മതി. അപ്പൊ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് mm കൊടുക്കണം. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ A4ന്റെ സൈസ് എന്താ പറയുക 24 സെന്റിമീറ്റർ വരിക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 24 സെന്റിമീറ്റർ ബൈ 21 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അതിനെ ആക്കണം. അപ്പോൾ 2 ഡെസിമലുകൾ കൊടുക്കണം. ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ ഒരു ഷീറ്റ് വരക്കാം. ഓക്കെ, റെക്ടാങ്കിൾ എടുത്തു, കോർണർ ക്ലിക്ക് ചെയ്തു, ഡയമെൻഷൻ കൊടുക്കുക. ഓക്കെ, വേണ്ടി മാർക്കുക, കാരണം ലേഔട്ടിൽ എപ്പോഴും ആയിരിക്കും ഷീറ്റ് സൈസ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഷീറ്റ് സൈസ് വരക്കുക. ഓക്കെ, ഞാനിപ്പോൾ
24 സെന്റിമീറ്ററിൽ ഞാൻ 2400 അടിച്ചു. ഓക്കെ, എന്നിട്ട് അടുത്തത് 2100 അടിച്ചു. ഓക്കെ, കണ്ടോ? ഇപ്പൊ ഒരു ഷീറ്റ് സൈസ് വന്നു A4ന്റെ. ഓക്കെ, ഇത് ഡിഫോൾട്ടായി വിചാരിക്കാട്ടോ, ഷീറ്റ് സൈസ് ഇതാണെന്ന് വിചാരിക്കുക. ഞാൻ ഇതിന് ഒരു തിക്നെസ് കൊടുത്തു. ഇനി എന്ത് ചെയ്യാ, ഇവിടെ ഒക്കെ ഷീറ്റ് വരച്ചു കഴിഞ്ഞിട്ട് ഇത് എന്ത് ചെയ്യാ, കട്ട് ചെയ്യുക അല്ലെങ്കിൽ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തു, എന്നിട്ട് നമ്മൾ ലേഔട്ടിൽ പുതിയ ലേഔട്ട് എടുത്തു. ഡിലീറ്റ് ചെയ്തു. ഇവിടെ എന്ത് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. ഞാൻ പേസ്റ്റ് ചെയ്തു, കണ്ടോ? പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഇനിയൊന്നുമില്ല, ഇവിടെ വ്യൂ പോർട്ട് അടിക്കുക. വ്യൂ പോർട്ട് അടിക്കുക, ഓക്കെ അടിക്കുക. ഈ കോർണറിൽ നിന്ന് ഈ കോർണർ സെലക്ട് ചെയ്യുക, കണ്ടോ? അപ്പൊ നമ്മൾ അവിടെ എത്തി, ആ ഷീറ്റിനുള്ളിലെത്തി. ഓക്കെ, എന്നിട്ട് ഇതിനുള്ളിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ കണ്ടോ, നമ്മൾ ആ ബെഡ്റൂം ഇതങ്ങനെ വെച്ചിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇത്ര സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, ജസ്റ്റ് പ്ലോട്ട് അടിക്കാന്നുള്ളതാണ്. പ്ലോട്ട് ചെയ്യുക, പ്രീവിയസ് പ്ലോട്ട് അടിക്കാം. ഓക്കെ, ഇത്ര ചെയ്താൽ മതി. ഓക്കെ, പിന്നൊക്കെ നോർമൽ, ഇതൊക്കെ ടിക്ക് ചെയ്തൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഷീറ്റ് സെറ്റ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പ്രൈവറ്റ് ആയിട്ട് വർക്കൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഷീറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഗൂഗിളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ സാമ്പിളൊക്കെ കിട്ടും, എന്തൊക്കെയാണ് ഷീറ്റിൽ വരിക എന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ഒരു ഷീറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രോയിങ് അതിലേക്ക് ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ പോർട്രേറ്റ് ആണ്, പോർട്രേറ്റിൽ ഒരു ഷീറ്റ് സെറ്റ് ചെയ്യാം. പിന്നെ ലാൻഡ്സ്കേപ്പിൽ ആണെങ്കിൽ വേറെ ഷീറ്റ് സെറ്റ് ചെയ്യാം. അപ്പോൾ അത് ഞാൻ സെറ്റ് ചെയ്ത പോലെ കണ്ടോ, പോർട്രേറ്റിൽ ഞാൻ കംപ്ലീറ്റ് പ്ലാനുകൾ വെച്ചു. കണ്ടോ, ഇത് പ്ലാനാണ്, ഇത് പ്ലാനാണ്, പ്ലാന്, ഇത് കണ്ടോ സെക്ഷൻസ്. ഓക്കെ, ലാൻഡ്സ്കേപ്പിൽ ഞാൻ സെക്ഷൻസ് വെച്ചു. അത് നമ്മുടെ ഡ്രോയിങ്ങിനനുസരിച്ചാണ്. അപ്പോൾ ഈ ഡ്രോയിങ് ലാൻഡ്സ്കേപ്പിലാണ് കൂടുതൽ നീളം വരുന്നത്, കണ്ടോ? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ലാൻഡ്സ്കേപ്പ് ഷീറ്റിൽ സെറ്റ് ചെയ്തത്. പ്ലാന് വെർട്ടിക്കൽ ആയിട്ടാണ്, അതിങ്ങനെ പോർട്രേറ്റ് ഷേപ്പിലാണ് കൂടുതൽ അതിന്റെ സൈസ് വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പോർട്രേറ്റിൽ സെറ്റ് ചെയ്ത്. അപ്പൊ ആ ഒരു രീതിയിൽ വേണം സെറ്റ് ചെയ്യാൻ. ഇപ്പൊ ഈ ഡ്രോയിങ് പോർട്രേറ്റിൽ സെറ്റ് ചെയ്താൽ കുറച്ചുകൂടി ചെറുതാവും. എക്സാമ്പിൾ നോക്കിക്കോട്ടോ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഇവിടെ ആ ഡ്രോയിങ് സെറ്റ് ചെയ്യാന്ന് വിചാരിക്കാം. ലാൻഡ്സ്കേപ്പ് ഞാൻ ഈ ഒരു സെക്ഷന് സെറ്റ് ചെയ്യാണ്. കണ്ടോ, സെറ്റ് ചെയ്തു, പുറത്ത് ക്ലിക്ക് ചെയ്തു, കണ്ടോ? അപ്പോൾ ഇവിടെയും കുറേ വാക്കൻറ്റ് സ്പേസ് വന്നു. അപ്പൊ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ അതിനൊരു എന്ത് വേണം, ഒരു ഭംഗി വേണം. അതിനാണ് ഞാൻ ഇത് ലാൻഡ്സ്കേപ്പിൽ സെറ്റ് ചെയ്തത്. ലാൻഡ്സ്കേപ്പിലാകുമ്പോൾ കുറച്ചും കൂടി വലുതായി കിട്ടും ചെയ്യും. ഈ താഴെയും മുകളിലും ചെറിയൊരു ഗ്യാപ്പ് തന്നെ ഉള്ളൂ. ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത് ചെറിയ ഗ്യാപ്പുള്ളൂ. അപ്പോൾ ആ രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ പ്ലോട്ടിങ്ങിന്റെ മനസ്സിലായില്ലേ? ഓക്കെ, പിന്നെ അപ്പൊ ഇതാണ് അതില് മെൻഷൻ ചെയ്തൊക്കെ നമ്മൾ നോർമൽ ഡ്രോയിങ് ചെയ്യുന്നതല്ലേ? അതെ, മെൻഷൻ ചെയ്യുന്നൊക്കെ നോർമൽ. ഇപ്പോ ലേഔട്ടിലല്ലേ, ഡ്രാഫ്റ്റിംഗില്ലേ? ലേഔട്ട് മെൻഷൻ ചെയ്തൊക്കെ നമ്മള് ഇതിൽ ചെയ്യുന്നതല്ലേ? അതിൽ ചെയ്യുന്ന പോലെ തന്നെ. അതായത് ഇപ്പോ ഈ ലേഔട്ട് എന്ന് പറഞ്ഞത് എല്ലാത്തിനും സെയിം ആയിരിക്കും. ഈ ടൈറ്റിൽ കാർഡ് എല്ലാത്തിനും സെയിം ആയിരിക്കും. അതിൽ മാറുക എന്താ പറയാ, ഇപ്പൊ ക്ലയന്റിന്റെ നെയിം ഒക്കെ സെയിം ആയിരിക്കും. ഓക്കെ, അതിൽ ആകെ മാറുക ഇത് എന്ത് ഡ്രോയിങ് ആണെന്നുള്ളതാ. അപ്പൊ ഇത് ഫസ്റ്റ് ഫ്ലോർ പ്ലാൻ എന്നില്ല ഞാൻ അതിൽ കൊടുത്തിക്കണേ, ഫ്ലോർ പ്ലാൻ എന്നല്ല കൊടുത്തിക്കണേ. ഓക്കെ, അതേപോലെ സെക്ഷൻ ആണെങ്കിൽ സെക്ഷന്റെ പേര് കൊടുക്കും. ഓക്കെ, സെക്ഷൻ CC, ഓക്കെ, സെക്ഷൻ BB, അങ്ങനത്തെ പേരുകളെ മാറുള്ളൂ. ഓക്കെ, ബാക്കിയുള്ളൊക്കെ ഏതാണ്ട് സെയിം ആവും. പിന്നെ ഡേറ്റ് മാറും, നമ്മൾ ഈ ഡ്രോയിങ് എന്നാ ചെയ്യുന്നത് അതിന്റെ ഡേറ്റ് മാറും. ഓക്കെ, അങ്ങനെയൊക്കെ മാറുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് ഡിഫോൾട്ട് ആണ്. ഇതിന്റെ അധികം എല്ലാ കാര്യവും ഡിഫോൾട്ട് ആയിരിക്കും. അതായത് ഈ നോർത്ത് നമ്മളിപ്പോ ഇനിയിപ്പോ പുതിയ പ്രൊജക്ട് ചെയ്യാം, പുതിയ പ്രൊജക്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ നോർത്ത് ശരിയാക്കേണ്ടി വരും. ഇപ്പൊ ഇത് നോർത്ത് മുകൾക്കാണ്, ചിലപ്പോൾ ഇനി അടുത്ത ഡ്രോയിങ്ങിൽ ചിലപ്പോൾ നോർത്ത് ചിലപ്പോൾ ഈ റൈറ്റിലോട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ അതിനനുസരിച്ച് ഇത് സെറ്റ് ചെയ്യണം. പിന്നെ അതിൽ പിന്നെ മാറ്റേണ്ടി വരും, എന്താ പറയാ, ഇത് മാറ്റേണ്ടി വരും, പ്രൊജക്ട് എന്താന്നുള്ളത് മാറ്റേണ്ടി വരും. പിന്നെ ക്ലയന്റിന്റെ നെയിം മാറ്റേണ്ടി വരും, പുതിയ ക്ലയന്റ് അല്ലേ, അപ്പൊ പുതിയ നെയിം മാറ്റേണ്ടി വരും. പിന്നെ ഡ്രോയിങ് പ്ലാൻ ആണോ സെക്ഷൻ ആണോ എന്നുള്ളത് മാറ്റേണ്ടി വരും. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറുള്ളൂ. ഓക്കെ, പക്ഷെ ഈ ഒരു ഫോർമാറ്റ് സെയിം ആയിരിക്കും എല്ലാ ഡ്രോയിങ്ങിനും. ഡ്രോയിങ് ചെയ്യുന്ന പോലെ തന്നെ അല്ലേ എല്ലാം വരിക? അതെ, ഇപ്പോ ഈ ഡ്രോയിങ് ഒക്കെ സെയിം ആണ്. എല്ലാ ടൈറ്റിൽ കാർഡും സെയിം ആണ്. അതിൽ വരുന്ന ലാബിലിംഗ് മാത്രമേ മാറുന്നുള്ളൂ. ഓക്കെ, മനസ്സിലായി. ഓക്കെ, അപ്പോ നമ്മൾ ഒറ്റ വട്ടം സെറ്റ് ചെയ്താൽ മതി. എന്ത് ഈ ലേഔട്ട് നമ്മൾ പോർട്രേറ്റും ലാൻഡ്സ്കേപ്പും ഒറ്റ വട്ടം സെറ്റ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് എല്ലാ പ്രൊജക്റ്റിനും അത് യൂസ് ചെയ്യാം. അതിൽ നമുക്ക് ജസ്റ്റ് പേര് മാത്രം ഇതങ്ങനെ നോക്കോ. ഞാൻ ഇപ്പൊ പേര് മാറ്റുകയാണ്. ഫോർ എക്സാമ്പിൾ
ഇതാ ഇവിടെ ഞാൻ ഇപ്പോൾ ഇത് കണ്ടോ, ഇത് സെലക്ട് ചെയ്ത് നമുക്ക് കിട്ടും, ടെക്സ്റ്റ് ആണ്. അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഇപ്പോൾ സെക്ഷൻ ആക്കണമെന്നുണ്ടെങ്കിൽ കണ്ടോ, സെക്ഷൻ ടൈപ്പ് ചെയ്യാം. ഓക്കെ, അങ്ങനെ അങ്ങനത്തെ ചേഞ്ച് മാത്രമേ നമുക്ക് പിന്നെ ചെയ്യാനുണ്ടാവുള്ളൂ. പക്ഷെ ബാക്കി ഫോർമാറ്റ് ഒക്കെ സെയിം ആയിരിക്കും. ഓക്കെ ഓക്കെ, അപ്പൊ ഇതാണ് പ്ലോട്ടിംഗ് അല്ലേ? ഇതൊക്കെ ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ, മിൻസൊക്കെ ഒന്നുകൂടി റിവിഷൻ ആയില്ല അല്ലേ? ക്ലിയർ അല്ലേ? വേറെ ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ ഇതാണ് പ്ലോട്ടിങ്. അപ്പൊ നമ്മളിപ്പോ ചെയ്തു വന്ന ട്രാക്ക് ഫസ്റ്റ് ഡേ മുതൽ വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മൾ ഫസ്റ്റ് ടൂൾസുകളാണ് കംപ്ലീറ്റ്, ഡ്രോയിങ് ടൂൾസ് കംപ്ലീറ്റ് പരിചയപ്പെട്ടു. ദെൻ ആ ടൂൾസ് വെച്ചിട്ട് ആ ഡ്രോയിങ് ചെയ്ത ലൈൻസോ അല്ലെങ്കിൽ സർക്കിളോ അത് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിന് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാൻ പറ്റും, കോപ്പി ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് സെക്കൻഡ് സെറ്റിൽ പഠിച്ചത്. മൂന്നാമത്തെ സെറ്റിൽ നമ്മൾ പ്രസന്റേഷനാണ് പഠിച്ചത്. അതായത് ഇതിനൊന്ന് പ്രസന്റ് ചെയ്യാം, അതായത് അത് കറക്റ്റ് അതിന് ടെക്സ്റ്റ് കൊടുത്തു, അതിന് ഡയമെൻഷൻ കൊടുത്തു. ഓക്കെ, അതിന് ലീഡർ കൊടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഹാച്ച് ചെയ്യാൻ പറ്റും, നമ്മൾ ഹാച്ച് നോക്കി. ഓക്കെ, അതൊക്കെയാണ് പ്രസന്റേഷനിൽ വരുന്നത്. ഓക്കെ, പിന്നെ ലെയർ പ്രസന്റേഷനിൽ വരുന്നതാണ്. ഇങ്ങനത്തെ ലെയർ നമ്മൾ ഓരോന്നിനും ലെയർ കൊടുത്തു. ഓക്കെ, വാളിന്റെ ഒരു ലൈൻ ലെയർ കൊടുത്തു. ഓക്കെ, പിന്നെ യെല്ലോ, ഓക്കെ, വിൻഡോസിന് ഒരു യെല്ലോ കളറിൽ ലെയർ കൊടുത്തു, അതിന് ലൈൻ തിക്നെസ് കൊടുത്തു. ഓക്കെ, ട്രാൻസ്പാരൻസി കൊടുത്തു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ലെയർ പ്രോപ്പർട്ടീസിലാണ് സെറ്റ് ചെയ്തത്. ഓക്കെ, ഇത്രയും സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ചെയ്യാന്നുള്ളതാണ് എന്ത്, പ്ലോട്ടിങ്. ഓക്കെ, PDF ആക്കുക എന്നുള്ളതാണ് പ്ലോട്ടിങ്. അതാണ് ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് പഠിച്ചത്. ഓക്കെ, ഇതാണ് കംപ്ലീറ്റ് ഓട്ടോക്യാഡ് ചെയ്ത് നമ്മളൊരു വർക്ക് കംപ്ലീറ്റ് വരെ ചെയ്യുമ്പോൾ ഉള്ള ഫോർമാറ്റ് ഇതാണ്. പ്ലോട്ടിങ് വരെയാണ്. DWG to PDF ആക്കി കഴിഞ്ഞാൽ ആ പരിപാടി തീരും. ഓക്കെ, പിന്നെ നമുക്ക് പുതിയ പ്രൊജക്ട് ചെയ്യാം, അല്ലെങ്കിൽ പുതിയ ഡ്രോയിങ് എടുത്ത് ചെയ്യാം. അതാണ് അടുത്ത സ്റ്റേജ്. ഓക്കെ, പിന്നെ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഫയൽ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ലെഫ്റ്റ് ടോപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫയൽ സേവും ഉണ്ട്, സേവാസും ഉണ്ട്. ഓക്കെ, ഏതാ വെച്ചാൽ ക്ലിക്ക് ചെയ്യുക. ദെൻ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഓട്ടോക്യാഡിന്റെ ഫോർമാറ്റ് ആണ് എന്ത്, DWG. കണ്ടോ, സേവ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. ഓക്കെ, ഇതിപ്പോൾ ഞാൻ 2018 സേവ് ചെയ്യുന്നത്. നമുക്ക് ലോവർ വേർഷനൊക്കെ ചില കേസിൽ ചിലവർ 2016 ഓട്ടോക്യാഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ലോവർ വേർഷൻ ആക്കണം. ഓക്കെ, 2018 ഓട്ടോക്യാഡ് ഡ്രോയിങ് 2016 താഴെയുള്ള ഓട്ടോക്യാഡ് വേർഷനിൽ വർക്ക് ആവില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ 2013 സേവ് ആക്കിയിട്ട് വേറെ ആൾക്ക് കൊടുക്കണൊക്കെ എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടി വരും. ഓക്കെ, ജസ്റ്റ് സേവ് ചെയ്യാന്നുള്ളൂ ഇതിലെ കേസ്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി ഉണ്ട്. ജസ്റ്റ് പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് പ്രിന്ററിലേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമ്മൾ DWG to PDF അല്ലേ ചെയ്തത്. ഇതിൽ നമ്മൾ പ്രിന്റർ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, നമ്മൾ പ്രിന്ററിന്റെ പേര് ഇവിടെ വരും. ഓക്കെ, നമ്മൾ ലാപ്പോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പ്രിന്റഡ് ആയിട്ട് കണക്റ്റഡ് ആണെങ്കിൽ ഇവിടെ പ്രിന്ററിന്റെ പേര് വരും. അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇപ്പൊ ചെയ്ത പോലെ തന്നെ എല്ലാതും ലേഔട്ടും വിൻഡോയും കൊടുത്തിട്ട് ഓക്കെ നമ്മൾ PDF ആക്കുമ്പോൾ ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ PDF സേവ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരിക. ഓക്കെ, പ്രിന്ററിന്റെ കാര്യമാണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് പ്രിന്ററിലേക്ക് പോകും. എന്നിട്ട് A4 പ്രിന്റ് ആയിട്ട് വരും. ഓക്കെ, അതാണ് ഇതിന്റെ വേറൊരു ഉപയോഗം. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് പ്രിന്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് മൊത്തത്തിലൊരു ഫോർമാറ്റ്. അപ്പോ ഇതുവരെ ഉള്ളതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഫഹീം ആൻഡ് മിൻസ, നമ്മുടെ ഡ്രോയിങ്ങിലോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല. ഓക്കെ, അപ്പൊ ഞാൻ ഇനി ഓക്കെ അല്ലേ? ഓക്കെ, ഇനി ചെയ്യാൻ പോയി വെച്ചാൽ ഞാൻ ഇനി ഒരു പ്ലാന് തരും. പ്ലാന് തരിക മീൻസ് ഒരു പ്ലാൻ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തരത്തില്ല. ഓക്കെ, ചിലപ്പോൾ ഒരു ഔട്ട്ലൈൻ ആയിരിക്കും തരിക. ഫോർ എക്സാമ്പിൾ കണ്ടോ, ഈ ഒരു പ്ലാനിന്റെ ഔട്ട്ലൈൻ എന്ന് പറയുന്നത് ഇതാണ്. കണ്ടോ, ഞാനത് കോപ്പി ചെയ്ത് വെച്ച് കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് ഇതിന്റെ പ്ലാന്റെ ഔട്ട്ലൈൻ. ഓക്കെ, ഞാൻ അസൈൻമെന്റ് തരിക ഈ ഒരു ടൈപ്പിലായിരിക്കും. ഓക്കെ, സോറി, ഞാൻ ഒന്ന് മാറ്റി തരാം. ഇല്ല, മെയിൻ സ്കെച്ച് തരില്ല. ഞാൻ എന്താ അറിയോ, ഇപ്പൊ ഓട്ടോക്യാഡ് നിങ്ങൾക്ക് ഈസിയായിട്ട് വരക്കാൻ പറ്റുന്നുണ്ട്. അത് ഞാൻ പറയാൻ പോകുന്നത്. അത് തരും. ഓക്കെ, അതായത് ഈ ഒരു ഔട്ട്ലൈൻ തരും. ഈ ഒരു ഔട്ട്ലൈൻ തരും. എന്നിട്ട് ഇതിൽ വരുന്ന ബെഡ്റൂമിന്റെ ഡയമെൻഷൻസും അല്ലെങ്കിൽ ലിവിംഗ് റൂമിന്റെ ഡയമെൻഷൻസ്, ടോയ്ലറ്റിന്റെ ഡയമെൻഷൻസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ തരാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഔട്ട്ലൈനിന്റെ ഉള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു പ്ലാൻ എന്താ പറയുക, വാൾ തിക്നെസ്സും ബെഡ്റൂമിന്റെ വാൾ തിക്നെസ് ഒക്കെ വരച്ചിട്ട് ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്ര കോംപ്ലിക്കേഷൻ ഒന്നും ഉണ്ടാവില്ല. ഞാൻ സിമ്പിൾ ഔട്ട്ലൈൻ ആയിരിക്കും തരിക. ഇങ്ങനത്തെ ഡ്രോയിങ് ഒന്നും ആവില്ല കേട്ടോ. നമുക്ക് സിമ്പിൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒരു ബെഡ്റൂമും
ഒരു ലിവിംഗ് റൂം, ഒരു കിച്ചണ്, ഓക്കെ, ഒരു ടോയ്ലറ്റ്, അങ്ങനെ ഒരു ചെറിയ സ്പേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ആ ഔട്ട്ലൈനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു ഡീറ്റെയിൽ പ്ലാനിലേക്ക് വരച്ചുണ്ടാക്കണം. ഓക്കെ ഓക്കെ, അത്ര ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ആ എന്താ പറയാ പ്ലാനിന്റെ സെക്ഷനും എലിവേഷനും വരക്കുക എന്നുള്ളതാണ് അടുത്ത പ്രൊജക്ട്. ഓക്കെ, അത് ഇതേപോലെ ആയിരിക്കും. ഓക്കെ, സെക്ഷൻ എലിവേഷനും വിഷ്വലൈസ് ചെയ്യാൻ എന്തെങ്കിലും ചെയ്തിട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഫഹീം ചെയ്തിട്ടുണ്ടോ സെക്ഷന്? ഞാൻ ജസ്റ്റ് സെക്ഷനും എലിവേഷനും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ഓക്കെ, ഇപ്പൊ പ്ലാൻ നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ചെയ്തൊരു പരിചയം ഉണ്ടാവും, കണ്ടിട്ടും പരിചയം ഉണ്ടാവും. സെക്ഷൻ എലിവേഷൻ എങ്ങനെയാന്നുള്ളത് ജസ്റ്റ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇത് സെക്ഷൻ എ ആണ്. ഓക്കെ, സെക്ഷൻ എ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് പ്ലാനിൽ. സെക്ഷൻ എ ഉണ്ടോ, ഇതാണ് എ. അതായത് ഈ വീടിനെ ഞാൻ ഇവിടെ നിന്ന് കട്ട് ചെയ്യുന്നത്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ഇവിടുന്ന് അങ്ങോട്ടേക്ക് നോക്കുക. ഓക്കെ, ഈ ആരോ മാർക്ക് അതാണ് കാണിച്ചിട്ടുള്ളത്. ഇവിടുന്ന് ഞാൻ അങ്ങോട്ടേക്ക് നോക്കുക. അപ്പൊ എനിക്ക് എന്തൊക്കെ കാണുന്നോ അതാണ് സെക്ഷനിൽ വരേണ്ടത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ലൈൻ വരച്ചപ്പോൾ ഇതിൽ കട്ടായ പോർഷൻസ് കാണാം. ഓക്കെ, ഇവിടെ ചെറിയൊരു വാള് കട്ടായിട്ടുണ്ട്, പിന്നെ ഇവിടെ ഈ വിൻഡോ കട്ടായിട്ടുണ്ട്, പിന്നെ കട്ടാവുന്നത് ഈ വാളാ. ഓക്കെ, ഈ വാള് കട്ടാവുന്നുണ്ട്, പിന്നെ ഇതാ ഇവിടെ ഈ വിൻഡോ കട്ടാവുന്നുണ്ട്. ഓക്കെ, പിന്നെ കട്ടാവുന്നത് ഈ വാളാ. ഇത്രയും കാര്യങ്ങളാണ് കട്ടാവുന്നത്. നോക്കോ, ഇത് 1 2 3 4 5 തിങ്സ് ആണ് ഈ ഒരു ലൈൻ ഇവിടെ വരച്ചപ്പോൾ കട്ടാവുന്നത്. അത്രയും പോർഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് സെക്ഷനിൽ മെയിൻ ആയിട്ട് വരക്കാൻ പോകുന്നത്. ഇത് കണ്ടോ, ഞാൻ ആ ചെറിയ വാളെന്ന് ഉദ്ദേശിച്ചത് ഇതാണ്. ഓക്കെ, ഇതാണ് 1. ഓക്കെ, രണ്ടാമത്തെ സെക്ഷനാണ് ഇത് വിൻഡോ. ഓക്കെ, വിൻഡോ കട്ട് ചെയ്ത് പറഞ്ഞില്ലേ 2, പിന്നെ വാള് കട്ട് ചെയ്തു 3, പിന്നെ ഒരു വിൻഡോ കട്ട് ചെയ്തു 4, പിന്നെ വാള് കട്ട് ചെയ്തു 5. ഓക്കെ, അപ്പൊ ഇതാണ് 5 കട്ട് വരുന്നത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇതെന്തൊക്കെയാന്ന് നിങ്ങൾക്ക് ഡൗട്ട് വരും, ഇതെന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ കട്ട് ചെയ്തത് ഇത്രയും പോർഷനാണ്. ഈ കട്ട് ചെയ്യാത്ത പോർഷൻ നമുക്ക് എന്തൊക്കെയുണ്ട്, നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ കണ്ടോ, ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട് ഡോറിന്റെ, ഡ്രസ്സിംഗ് റൂമിന്റെ. ഓക്കെ, അപ്പൊ ഈ ഒരു ഓപ്പണിംഗ് നമ്മൾ എന്ത് കാണും, ആയിക്കോട്ടെ, ഇവിടുന്ന് നോക്കുമ്പോൾ കാണും. പക്ഷെ അത് കട്ട് ചെയ്തിട്ടില്ല, ജസ്റ്റ് എലിവേഷൻ പോലെയാണ്. കണ്ടോ, ആ സ്പേസ് ആണ് ഇത്. ഓക്കെ, കാണുന്നുണ്ടോ? കണ്ടോ, ഒരു ലൈൻ ഉണ്ട്, വിസിബിൾ ആണോ അറിയില്ല. ഞാൻ ജസ്റ്റ് ലൈന് ഒന്ന് കളർ മാറ്റി തരാം. ഓക്കെ, കണ്ടോ, അപ്പോൾ ഇതാണ് ഒരു ഡ്രസ്സിംഗ് യൂണിറ്റിന്റെ ഒരു ഡോറ്. ഓക്കെ, പിന്നെ ഇത് ഡോറാ കാണുന്ന നോക്കോ, എലിവേഷനിൽ കാണുക. കണ്ടോ, പിന്നെ ഇവിടുന്ന് നോക്കുമ്പോൾ ഈ ഒരു സ്പേസ് കാണുന്നുണ്ട്, ഈ ഒരു സ്പേസ് കാണുന്നുണ്ട്, ഈ ഒരു ഡോറ് കാണും. ഓക്കെ, അപ്പോൾ ആ ഡോർ ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ടാവും. കണ്ടോ, ആ ഡോർ ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. പിന്നെ കട്ടാവുന്നത് ഈ വാളാ. നോക്കിയേക്കാം, ഈ ഡോറ് കണ്ടോ, ഈ ഡോറ് കഴിഞ്ഞാൽ പിന്നെ കട്ടാവുന്നത് ഈ വാളാ. അപ്പോൾ ആ വാളാണ് ഞാൻ ഇവിടെ വരച്ചിട്ടുള്ളത്. കണ്ടോ, വാള് വരച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ കാണുന്നത് ഈ ഒരു എലിവേഷനാണ്. ഈ ഒരു എലിവേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വിൻഡോ വരുന്നുണ്ട്. കണ്ടോ, ഈ വിൻഡോ. ഓക്കെ, ഇത് നോക്കണ്ട, ഇതൊരു ലാൻഡ്സ്കേപ്പ് ഏരിയ ആണ്. പക്ഷെ ഇവിടുന്ന് നോക്കുമ്പോൾ കാണാം ഈ വിൻഡോ ആയിരിക്കും കാണാം. ഓക്കെ, അപ്പോൾ ആ വിൻഡോന്റെ എലിവേഷനാണ് ഞാൻ ഇവിടെ വരച്ചിട്ടുള്ളത്. കണ്ടോ. ഓക്കെ, പിന്നെ വരുന്നത് ഇതാ ഈ വിൻഡോ. ഈ വിൻഡോ ആണ് പിന്നെ കട്ട് ചെയ്യുന്നത്. അത് ഇതാ ഈ വിൻഡോ, ഇതാ ഈ വിൻഡോ. ഈ ലൈന് കട്ട് ചെയ്യുന്നത് ഈ വിൻഡോ ആണ്. ഓക്കെ, അത് കഴിഞ്ഞ് കണ്ടോ, ഇവിടെ ഒരു ഓപ്പണിംഗ് വരുന്നുണ്ട്, അത് ഞാൻ എലിവേഷനിൽ കാണും. ഓക്കെ, ആ എലിവേഷൻ ഇതിലുണ്ടാവും. കണ്ടോ, ഇവിടെ ഓപ്പണിംഗ് വന്നു. ഓക്കെ, പിന്നെ കട്ട് ചെയ്യുന്നത് ഇവിടെ കട്ട് ചെയ്യുന്നുള്ളൂ, അതാണ് ഈ പോർഷന്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ വാൾ ഏതൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്, വിൻഡോ ഏതൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ആദ്യം വരക്കുക. ഓക്കെ, പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഏതൊക്കെയാണ് എലിവേഷൻ ആയിട്ട് കാണുന്നത്. എലിവേഷൻ ആയിട്ട് കാണുന്നത് വെച്ചാൽ ഡോർസ് ഒക്കെ ചിലപ്പോൾ എലിവേഷൻ ആയിട്ട് കാണുന്നുണ്ടാവും. ഓക്കെ, ചിലപ്പോൾ ഇവിടെ ഒരു ടേബിൾ ഉണ്ടെങ്കിൽ ആ ടേബിൾ നമ്മളിവിടെ വരക്കണം. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ. വിൻഡോ ഉണ്ടെങ്കിൽ വിൻഡോ വരക്കുക, അതൊക്കെ എലിവേഷൻ ആയിട്ട് കാണും. ഓക്കെ, എലിവേഷനും സെക്ഷനും വേറെ വേറെയാണ്. എലിവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് എന്താ പറയാ കാണാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇപ്പോൾ എന്താ പറയാ കട്ട് ചെയ്യാണ്ട് ഡയറക്റ്റ് കാണുന്ന കാര്യങ്ങളാണ് എലിവേഷൻ. ഓക്കെ, ഇപ്പൊ ഒരു വിൻഡോന്റെ ഒരു ഡോറിന്റെ എലിവേഷൻ അതിന്റെ ഫ്രണ്ട് പോർഷനാണ്. ഫ്രണ്ട് എലിവേഷൻ എന്ന് പറഞ്ഞാൽ ആ വീടിന്റെ ഫ്രണ്ട് പോർഷൻ. ഫോർ എക്സാമ്പിൾ ഈ വീടിന്റെ കണ്ടോ, ഈ വീടിന്റെ ഫ്രണ്ട് എലിവേഷൻ ആണിത്. കണ്ടോ, അപ്പോൾ കണ്ടോ, അതിന്റെ വിൻഡോ ഉണ്ട്, റൂഫ് ഉണ്ട്, ഇത് ഫ്രണ്ട് എലിവേഷൻ ആണ്. ഓക്കെ, അങ്ങനെയാണ് എലിവേഷൻ ഉണ്ടാവുക. സെക്ഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും കട്ട് ചെയ്യും. ഓക്കെ,
ഇവിടെ കട്ട് ചെയ്തുകൊണ്ടാണ് ഈ ലൈൻ വരച്ചിട്ട് കട്ട് ചെയ്യുന്ന പോർഷനാണ് നമ്മുടെ സെക്ഷനിൽ വരിക. ബാക്കി കട്ട് ചെയ്യാത്ത പോർഷനൊക്കെ എലിവേഷൻസ് ആണ്. ഇപ്പോൾ ഇതിൽ കട്ട് ചെയ്യാത്ത പോർഷന് ഈ ഓപ്പണിംഗ് ആണ്, ഇവിടുന്ന് നോക്കുമ്പോൾ കാണുന്ന ഏരിയ കേട്ടോ പറയുന്നത്. ഈ ഓപ്പണിംഗ് ആണ്, ഈ ഓപ്പണിംഗ് ആണ്, ഈ വിൻഡോ, പിന്നെ ഈ ഓപ്പണിംഗ്, ഇതൊക്കെ എലിവേഷൻസ് ആണ്. ഇനി നോക്കിക്കോ, വേറൊരു ഡ്രോയിങ് നമുക്ക് സെക്ഷൻ എടുക്കാം. എന്താ വെർട്ടിക്കൽ ഒരു സെക്ഷൻ സി സി വേണ്ട, ഡി എടുത്തോ, ഡി. ഓക്കെ, അപ്പൊ ഇങ്ങനെ കട്ട് ചെയ്തു, ഇങ്ങനെ ഈ ലൈൻ കട്ട് ചെയ്തു. ഓക്കെ, എന്നിട്ട് നോക്കുന്നത് ആ സൈഡിലോട്ടാണ്. ഓക്കെ, ഈ സൈഡിലോട്ടാണ് നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ കട്ട് ചെയ്യുന്നത് കണ്ടോ, ഈ ഒരു വാള് കട്ട് ചെയ്യുന്നുണ്ട്, ഈ വാള് കട്ട് ചെയ്യുന്നുണ്ട്, ടോയ്ലറ്റിന്റെ ഈ വാള് കട്ട് ചെയ്യുന്നുണ്ട്, ടോയ്ലറ്റിന്റെ ഈ വാള് കട്ട് ചെയ്യുന്നുണ്ട്, ഈ വാള് കട്ട് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു ചെറിയ വിൻഡോ കട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇനി ഞാൻ നോക്കിക്കോ, ഡി എന്നുള്ള സെക്ഷൻ എടുക്കുമ്പോൾ നോക്കിക്കോ, കണ്ടോ, ഇതാണ് ഡി. അപ്പൊ പുറത്തത്തെ ഒരു വാള് കട്ട് ചെയ്യുന്നുണ്ട് പറഞ്ഞല്ലോ, ആ വാളാണ് ഇത്. നോക്കിക്കോ, ഇതാ ഈ വാളാണ് അത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ബെഡ്റൂമിന്റെ വാള് കട്ട് ചെയ്തു. ഓക്കെ, ടോയ്ലറ്റിന്റെ വാള് കട്ട് ചെയ്യണ്ട, ബെഡ്റൂമിന്റെ വാള് കട്ട് ചെയ്തിട്ട് പിന്നെ ഞാൻ ബെഡ്റൂമിന്റെ സ്പേസ് വരച്ചു. അവിടുത്തെ എലിവേഷൻ ആണ് ഈ വിൻഡോ. ഓക്കെ, നോക്കിയേക്ക, ഉണ്ടോ, ഇവിടുന്ന് ഇങ്ങോട്ടാ നോക്കുന്നത്, ഈ സൈഡിലോട്ടാ നോക്കുന്നത്. അപ്പോൾ കാണുന്നത് ഈ വിൻഡോ അല്ലേ. ഓക്കെ, ഈ വാള് കട്ട് ചെയ്തു, കാണുന്നത് ഈ വിൻഡോ. കണ്ടോ, ഈ വാള് കാണുന്നത് ഈ വിൻഡോ. ഓക്കെ, പിന്നെ അതേപോലെ ടോയ്ലറ്റിന്റെ കോമൺ വാള് കട്ട് ചെയ്തു, ടോയ്ലറ്റിന്റെ വിൻഡോ അവിടെ വരച്ചിട്ടുണ്ട്. അതേപോലെ ബെഡ്റൂം കണ്ടോ, ബെഡ്റൂമിന്റെ ഒരു ചെറിയ വിൻഡോ കട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞില്ല ഞാൻ. അപ്പൊ കണ്ടോ, ഞാൻ വിൻഡോ വരച്ചു, അതിന് സൺഷെയ്ഡ് ഒക്കെ വരച്ചു. ഇതാ ബെഡ്റൂമിന്റെ വിൻഡോ വരച്ചു, കണ്ടോ, ഈ വിൻഡോ ആണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് സെക്ഷൻ വരയ്ക്കുക. ഇത് ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ? സെക്ഷൻ എലിവേഷൻ തമ്മിൽ ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോ? ഹലോ, ഇത് മനസ്സിലാവുന്നുണ്ടോ സെക്ഷന്? ചെറുതായിട്ട് മനസ്സിലായി. ഓക്കെ, മീൻസ് എന്താ പറയുക, അത് ഒരു പെർസ്പെക്റ്റീവ് ആക്ച്വലി. ഓക്കെ, നമ്മൾ സെക്ഷൻ എടുക്കുമ്പോൾ ഈ പ്ലാനിൽ സെക്ഷൻ കട്ട് ചെയ്യുമ്പോൾ ഇത് പ്ലാൻ ആണെന്നും ഇത് സെക്ഷൻ ആണെന്നും മനസ്സിലാവണം. അതായത് പ്ലാനിൽ സെക്ഷൻ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു വ്യൂ ആണ്. അതായത് ഈ ബെഡ്റൂമിന്റെ ഉള്ളിൽ ഒരു വീട് പകുതിക്ക് കട്ട് ചെയ്യണ ആലോചിച്ചാൽ മതി. ഇപ്പൊ സ്വന്തം വീട് തന്നെ, സ്വന്തം വീടിന്റെ പ്ലാനിൽ ഇപ്പൊ ഒരു ബെഡ്റൂമും ലിവിംഗ് ഒക്കെ കട്ട് ചെയ്യണ അത് വേണ്ട, ബെഡ്റൂം മാത്രം പകുതിക്ക് കട്ട് ചെയ്യണ ആലോചിച്ചോക്ക വീട്. ഓക്കെ, അപ്പോ എന്തായി, പകുതിക്ക് കട്ട് ചെയ്താൽ പിന്നെ നമുക്ക് ചുമരല്ലേ കാണാം. ഇത് വാളിന്റെ അവിടെയൊക്കെ ചുമര് കാണും. ഓക്കെ, അതാണ് ഞാൻ ഇത് വരച്ചിട്ടില്ല ആക്ച്വലി. കണ്ടോ, ചുമരാണിത്. ഓക്കെ, ലിൻഡൽ കണ്ടോ, അത് കോൺക്രീറ്റാ, ലിൻഡലിന്റെ ഹൈറ്റ് ആണിത്. ഓക്കെ, അപ്പൊ ലിൻഡൽ ബീം വരും, അതിന്റെ മുകളിലേക്ക് നമ്മൾ വീണ്ടും ചുമര് കെട്ടി. ഓക്കെ, അതേപോലെ തന്നെയാണ് ഒരു വീട് പകുതിക്ക് കട്ട് ചെയ്യുന്നതാണ് എന്ത്, സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ എവിടെ ലൈൻ വരക്കുന്നോ അവിടെ ആ വീട് കട്ട് ചെയ്യും. ഓക്കെ, എന്നിട്ട് കണ്ടോ, അപ്പൊ അതിന്റെ അടിക്ക് കണ്ടോ, ഫൂട്ടിങ് ആണിത്. നമ്മള് കരിങ്കല്ലൊക്കെ വെച്ചിട്ട് നമ്മൾ തറ ഉണ്ടാക്കൂലേ, ആ ഒരു സംഭവമാണ് താഴേക്ക് കാണിക്കുന്നത്. കണ്ടോ, അതാണ് താഴേക്ക് കാണിക്കുന്നത്. ഇത് കോൺക്രീറ്റ് ഫ്ലോറിംഗ് ആണ്. ഓക്കെ, ഇത് ടൈലാണ്, ടൈലിന്റെ തിക്നെസ് ആണ് ഈ കാണിക്കുന്നത്. ഓക്കെ, നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എല്ലാം കട്ടാവും, നമ്മൾ ഫ്ലോർ കട്ടാവും. ഓക്കെ, അതിന്റെ അടിയിലുള്ള സോയിൽ വരെ കട്ടാവും. ഓക്കെ, ഇവിടെയൊക്കെ സോയിൽ ഉണ്ട്. ഫഹീം ഓഡിബിൾ ആണോ? ഓക്കെ, സെക്ഷന് ഐഡിയ കിട്ടിയോ? മീൻസ് സെക്ഷൻ എന്താന്നുള്ളത് ഐഡിയ കിട്ടുന്നുണ്ടോ? മീൻസ് അത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? സെക്ഷന് ഒരു ലൈന് പ്ലാനിൽ വരച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് സെക്ഷൻ വരക്കേണ്ടതെന്നുള്ള വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അല്ലെ, അത് മീൻസ് ഒന്ന് നോക്കട്ടോ. ഞാൻ ചെറിയൊരു പ്ലാൻ വെച്ചിട്ട്, ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ വരച്ച ബെഡ്റൂമിന്റെ ഒരു ചെറിയ ബെഡ്റൂം ഉണ്ടല്ലോ ഇവിടെ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഈ ബെഡ്റൂം ആണ്. ഓക്കെ, ചെറിയത് വെച്ച് പറഞ്ഞുതരാം സെക്ഷൻ എങ്ങനെ വരക്കാന്നുള്ളത്. ഇപ്പോൾ ഞാൻ ലൈൻ വരക്കുകയാണ്, ലൈൻ എടുത്തു. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ സെക്ഷൻ എടുക്കാൻ പോവാ, ഓർത്തോ ഓണാക്കി. ഓക്കെ, സെക്ഷൻ എടുത്തു. ഓക്കെ, ഞാൻ നോക്കുന്നത് ഇത് കട്ട് ചെയ്തിട്ട് എനിക്ക് ഈ പോർഷൻ വേണ്ട, ഇവിടുന്ന് അങ്ങോട്ടാണ് ഞാൻ നോക്കുന്നത്.
ഓക്കെ, അതായത് ഞാൻ ഇവിടെ നിൽക്കുകയാണ്, ഇവിടുന്ന് അങ്ങോട്ടാണ് നോക്കുന്നത്. അപ്പോൾ ഇപ്പൊ ഈ റൂമിനെ ഞാൻ പകുതിക്കൊന്ന് കട്ട് ചെയ്തു. ഓക്കെ, ഇത്രയും പോർഷൻ ഞാൻ ഡിലീറ്റ് ചെയ്തു. ഡിലീറ്റ് ചെയ്ത് മീൻസ് ആ പോർഷൻ എനിക്ക് കാണുന്നില്ല, ഇവിടുന്ന് അങ്ങോട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഇതിന്റെ സെക്ഷൻ വരക്കുന്ന നോക്കാം. സെക്ഷൻ വരക്കാൻ ഏറ്റവും യൂസ് ചെയ്യുന്ന ടൂളാണ് എക്സൽ ടൂൾ. ഓക്കെ, എക്സലിൽ അമർത്തുക, എൻ്റർ അടിക്കുക. എന്നിട്ട് വെർട്ടിക്കൽ ആണോ ഹൊറിസോണ്ടൽ ആണോ ലൈൻ വേണ്ടതെന്ന്. ഓക്കെ, ഞാനിപ്പോൾ വെർട്ടിക്കലാണ് കൊടുക്കുന്നത്. വെർട്ടിക്കൽ വി അമർത്തി എൻ്റർ അടിച്ചു. കണ്ടോ, അപ്പൊ നമ്മളെ കയ്യിൽ എന്തായി, ഒരു ലൈൻ വന്നു. ഇനി കട്ട് ചെയ്യുന്ന പോർഷൻസ് ആദ്യം വരക്കുക. ഞാൻ നീക്കോ, ഈ വിൻഡോന്റെ ഇവിടെ ക്ലിക്ക് ചെയ്തു, ദെൻ ഇവിടെ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തു, ഇവിടെ ക്ലിക്ക് ചെയ്തു. കണ്ടോ, ഇത് രണ്ടും മാത്രമേ ഈ ലൈൻ വെച്ച് കട്ടാവുന്നുള്ളൂ. ഓക്കെ, ബെഡ് ഒന്നും നോക്കണ്ട, ഫർണിച്ചറൊക്കെ ഒഴിവാക്കിക്കോ. ഈ വാൾസ് ഏതൊക്കെ കട്ടാവണമെന്നുള്ളത് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ഇപ്പൊ ഈ ലൈനിൽ കണ്ടോ, ഇത് രണ്ടും കട്ടായി, ഇത് രണ്ടും കട്ടായി. ഓക്കെ, ഇനി എന്ത് ചെയ്താൽ മതി, ഇത് രണ്ട് വാൾ മാത്രമേ കട്ടാവുന്നുള്ളൂ. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സെക്ഷൻ വരക്കേണ്ടത്. ഓക്കെ, ഞാനിതാ ആദ്യം ഒരു എക്സൽ ലൈൻ എടുത്തു, ഹൊറിസോണ്ടൽ അമർത്തി ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു. ഓക്കെ, ഇത് നമ്മുടെ ഫ്ലോർ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇവിടുന്ന് അങ്ങോട്ടാണ് ഇനി എന്ത് ചെയ്യേണ്ടത്, ബെഡ്റൂമിന്റെ ഹൈറ്റ്, ലിൻഡല്, അങ്ങനത്തെ കാര്യങ്ങൾ കൊടുക്കേണ്ടത്. ഇപ്പൊ നോക്കിക്കോ, ഇപ്പൊ ഇത് ഫ്ലോർ ലൈൻ വിചാരിക്കുക. ഫ്ലോർ എപ്പോഴും എന്താ, ഫ്ലോറിനൊരു തിക്നെസ് ഉണ്ടാവും, എന്താ പറയുക, ടൈലിനൊരു തിക്നെസ് ഉണ്ടാവും. അത് നോർമലി 5 സെന്റിമീറ്റർ ആണ് നമ്മൾ കൊടുക്കാറ്. ഓക്കെ, 5 സെന്റിമീറ്റർ ഓഫ്സെറ്റ് ചെയ്യാണ്. ഓഫ്സെറ്റ് എടുത്തു, 5 എന്ന് കൊടുത്തു, താഴേക്ക് ഓഫ്സെറ്റ് ചെയ്തു. ഓക്കെ, ഇതാണ് ടൈലിന്റെ തിക്നെസ്. ഇനി ടൈൽ ഇടുന്നതിന് മുമ്പ് നമ്മൾ താഴെ PCC ചെയ്യും. PCC എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കോൺക്രീറ്റ്. ഓക്കെ, കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ അതിന്റെ മുകളിൽ ടൈൽ ഇടുക. ഓക്കെ, അപ്പോൾ ആ ടൈലിൽ കോൺക്രീറ്റിന്റെ തിക്നെസ് നമ്മൾ 10. ഓക്കെ, അപ്പൊ ഈ ടൈല് കഴിഞ്ഞിട്ട് 10 താഴോട്ട് കണ്ടോ. ഇപ്പൊ എന്തായി, ഞാൻ ഫ്ലോർ ഏതാണ്ട് വരച്ചു. ഫ്ലോറിൽ കോൺക്രീറ്റ് വന്നു, അതിന്റെ മുകളിൽ 5 സെന്റിമീറ്റർ ടൈലിന്റെ തിക്നെസ് വന്നു. ഓക്കെ, ഇനി ലിൻഡൽ. ലിൻഡൽ മീൻസ് നമ്മളെ ഡോറിന്റെ ഹൈറ്റ് ഒക്കെ ലിൻഡൽ ഹൈറ്റിൽ ഉണ്ടാവുക. ലിൻഡൽ ബീം പോകുമല്ലോ, ത്രൂ ഔട്ട് നമ്മളെ വാളിന്റെ ഉള്ളിൽ ലിൻഡൽ ബീം പോകും. ഓക്കെ, അപ്പൊ അതിന്റെ ഹൈറ്റ് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, ഞാനിതാ ഇനി ഫ്ലോറിന്ന് ഓഫ്സെറ്റ് ചെയ്താൽ മതി. ഓഫ്സെറ്റ് കൊടുത്തു. ഓക്കെ, ഞാൻ 220 സെന്റിമീറ്റർ ഹൈറ്റ്. ഓക്കെ, 220 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 2.2 മീറ്റർ. ഓക്കെ, 220 സെന്റിമീറ്റർ എന്ന് കൊടുത്തു. എന്നിട്ട് ഇതാ ഈ ഫ്ലോറിന്റെ ടോപ്പ് ലൈനിൽ നിന്ന് മുകളിലോട്ട് കണ്ടോ, ഇതാണ് ലിൻഡൽ ഹൈറ്റ്. ഓക്കെ, ലിൻഡൽ ഹൈറ്റ് കൊടുത്തു. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്, ഇനി നമുക്ക് റൂഫ് ഹൈറ്റ് ഉണ്ടാവും. റൂഫ് ഹൈറ്റ് എന്ത് ചെയ്യുക, 3 മീറ്റർ ആണ് റൂഫ് ഹൈറ്റ് ഉണ്ടാവുക. റൂമിന്റെ ഹൈറ്റ് ആണ് അത്, ഞാൻ 3 മീറ്റർ. അപ്പൊ 300 കൊടുത്തു. ഫ്ലോറിന്ന് മുകളിലോട്ട് 3 മീറ്റർ കണ്ടോ. ഇനി നമ്മളെ റൂഫ് സ്ലാബിന് തിക്നെസ് ഉണ്ടാവുമല്ലോ. ഓക്കെ, സ്ലാബ് അല്ലേ, അതിന് തിക്നെസ് ഉണ്ടാവും. അതെന്ത്, ഒരു 10 സെന്റിമീറ്റർ. ഓക്കെ, കണ്ടോ, അതും കൊടുത്തു. ഓക്കെ, ഇനി ബാക്കിയുള്ളൊക്കെ ട്രിം ചെയ്യാം. ഓക്കെ, ഞാൻ നോക്കാം, ഇത് സെലക്ട് ചെയ്തു, മുകളിലത്തെ ലൈൻ സെലക്ട് ചെയ്തു, എന്നിട്ട് ട്രിം അടിച്ചു. ഓക്കെ, ഇത്രയും പോർഷൻ ഞാൻ ട്രിം ചെയ്ത് കളഞ്ഞു. ഓക്കെ, ഇനി സൈഡിലൊക്കെ ട്രിം ചെയ്യാം. ഇവിടെ നിന്ന് ഇതൊന്നും വേണ്ട അതിന്. ഓക്കെ, ഇത് ട്രിം ചെയ്തു. ഓക്കെ, താഴത്തെ ട്രിം ചെയ്തു, സൈഡത്തെ ട്രിം ചെയ്തു. ഓക്കെ, ഇത്രയും ട്രിം ചെയ്തു. ഓക്കെ, ഇനി നോക്കിക്കോ, ഇനി ഈ ലിൻഡലിന് തിക്നെസ് ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ ലിൻഡൽ ജസ്റ്റ് ലൈന് ഹൈറ്റ് മാത്രമേ ഉള്ളൂ. ലിൻഡൽ ബീമിന് ഒരു 10 സെന്റിമീറ്റർ തിക്നെസ് ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, അത് കൊടുത്തു. ട്രിം. ഓക്കെ, ഇത് വന്നിട്ടില്ല, സ്ലാബിന്റെ തിക്നെസ് ഒന്നര കൊടുക്കുന്നുണ്ട്. ഓഫ്സെറ്റ് 10 സെന്റിമീറ്റർ മുകളിലോട്ട് സ്ലാബിന്റെ തിക്നെസ്. ഓക്കെ, ഓക്കെ, ഇപ്പൊ എന്താ, ഇതാണ് ബേസിക്. കണ്ടോ, ഇത് ഞാൻ റഫായിട്ട് വരച്ചതാണ്. ഇത് ഇനി ഡീറ്റെയിൽ ചെയ്യണ്ട. ഇത് കണ്ടോ, ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഈ ലെവലിലേക്ക് എത്തിക്കണം ശരിക്കും ഡ്രോയിങ്. കണ്ടോ, ഇപ്പൊ ഞാൻ അവിടെ വരച്ച പോലെ തന്നെ കണ്ടോ, ഒരു 5 സെന്റിമീറ്ററിന്റെ ഒരു തിക്നെസ് ഉള്ള ഒരു ടൈല് വരച്ച്. ഓക്കെ, ഇവിടെ കോൺക്രീറ്റിന്റെ കണ്ടോ, കോൺക്രീറ്റിന്റെ ഫ്ലോറിങ് വരച്ച്. പിന്നെ സൈഡിൽ കണ്ടോ, ഇതാണ് ലാറ്ററൈറ്റ് വാളിന്റെ. പിന്നെ ലിൻഡൽ ബീം ഞാൻ അവിടെ വരച്ച പോലെ 10 സെന്റിമീറ്റർ വരച്ചു. പിന്നെ സ്ലാബ് വരച്ചു. ഓക്കെ, അപ്പൊ ഇതാണ് ബേസിക്. എന്ത് ചെയ്യുക, ഒരു സെക്ഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എടുക്കുക. നമ്മൾ ജസ്റ്റ് എക്സൽ ലൈൻ ഇട്ടിട്ട് എവിടെയൊക്കെ ലൈൻ വരച്ചിരിക്കുക, എക്സൽ ലൈൻ ഇട്ടിട്ട് ലൈൻ വരക്കും. ഓക്കെ, ഇത് നമുക്ക് റെഫറൻസിന് വേണ്ടി മാത്രമാണ്, ഇത് വരക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഡ്രോയിങ് കൂടെ വെച്ചിട്ട് ലൈൻ എക്സൽ ലൈൻ ഇട്ടിട്ട് കട്ട് ചെയ്യുന്ന ഭാഗം കണ്ടോ, ഇതുമാണ് മെയിൻ ആയിട്ട് കട്ട് ചെയ്യുന്നത്. കണ്ടോ, ബാക്കിയുള്ളൊക്കെ എലിവേഷൻ ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ മീൻസ്? ഓക്കെ, അപ്പൊ ഇതാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, ഇതിപ്പോ ഞാൻ ഈ ഫ്ലോറിന്റെ മാത്രം. അപ്പൊ ഇതേപോലെയാണ് ഞാൻ ഇവിടെ ചെയ്ത് കണ്ടില്ലേ.
താഴത്തെ ഫ്ലോർ വരച്ചു, അതിന്റെ മുകളിൽ ഇപ്പൊ ഞാൻ ഇവിടെ ഈ ലൈൻ വരച്ചിട്ടുണ്ട്, ഡി ഡി എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ എ എന്ന് പറഞ്ഞ സെക്ഷൻ ഇവിടെ ലൈൻ വരച്ചിട്ടുണ്ട്. അതേപോലെ ഇത് ഫസ്റ്റ് ഫ്ലോർ ആണ് ആക്ച്വലി. ഓക്കെ ആണോ, ഇത് ഫസ്റ്റ് ഫ്ലോർ ആണ് ആക്ച്വലി. ഓക്കെ, ഫസ്റ്റ് ഫ്ലോറിലും ആ എ ലൈൻ അതേ പൊസിഷനിൽ വരണം. അതേപോലെ താഴെ കട്ട് ചെയ്ത അതേ അലൈൻമെന്റിൽ മുകളിലും കട്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ ഇതേപോലെ വരാൻ കാരണം. കണ്ടോ, മാസ്റ്റർ ബെഡ്റൂം കട്ട് ചെയ്ത പോലെ തന്നെ മുകളിലത്തെ ബെഡ്റൂം കട്ടായി. ഓക്കെ, ഇവിടെ കണ്ടോ ഡബിൾ ഹൈറ്റ് ആണ്. ഇവിടെ ഡബിൾ ഹൈറ്റ് പറഞ്ഞാൽ ഫ്ലോർ ഇല്ല, മുകളിൽ നിന്ന് നോക്കിയാൽ താഴോട്ട് കാണുന്ന രീതിയിൽ ഡബിൾ ഹൈറ്റ് ആണ്. അപ്പൊ ഇതൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒരിക്കലും പ്ലാൻ എന്ന് മനസ്സിലാവില്ല. ഓക്കെ, ലിൻഡൽ ഹൈറ്റ് എത്രയാണ് ബെഡ്റൂമിന്റെ ഹൈറ്റ്, എത്രയാണ് എന്താ പറയാ ഫ്ലോർ ഹൈറ്റ് എത്രയാണ് വരുന്നത്, ഓക്കെ ഈ ഡബിൾ ഹൈറ്റ് എവിടെ വരുന്നത്, ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെക്ഷൻ വരക്കുന്നത്. ഓക്കെ, ഇപ്പൊ പ്ലാൻ നോക്കിയാൽ എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഈ ബെഡ്റൂം എത്ര ഹൈറ്റാണ് വരുന്നത്, ഈ വിൻഡോന്റെ ഹൈറ്റ് എത്രയാണ് വരുന്നത്. ഓക്കെ, അതൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെക്ഷൻ ഡ്രോയിങ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ കണ്ടോ ഈ വിൻഡോന്റെ ഹൈറ്റ് എനിക്ക് മനസ്സിലായി 230 ആണെന്ന് മനസ്സിലായി. ഓക്കെ, ഈ ഫ്ലോർ ഹൈറ്റ് കണ്ടോ, ഈ റൂമിന്റെ ഹൈറ്റ് 320 ആണ്, സെന്റിമീറ്റർ ആണെന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, അങ്ങനത്തെ ഡീറ്റെയിൽസ് മൊത്തം നമ്മൾ എന്ത് ചെയ്യുക, ഈ പ്ലാനിലാണ് ചെയ്യുക. അപ്പോൾ ഇത് വരക്കുന്നത് നേരത്തെ കാണിച്ച പോലെ നമുക്ക് എവിടെയാണോ സെക്ഷൻ എടുക്കേണ്ടത് അവിടെ ലൈൻ വരക്കും. എന്നിട്ട് നമുക്ക് ഏത് സൈഡിലേക്കാണ് വ്യൂ ചെയ്യേണ്ടത്, ഇപ്പോൾ ഇങ്ങോട്ടാണോ വ്യൂ ചെയ്യേണ്ടത് ഇങ്ങോട്ടാണോ വ്യൂ ചെയ്യേണ്ടത് എന്നിട്ട് ഫിക്സ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഈ എക്സൽ ലൈൻ വെച്ചിട്ട് വെർട്ടിക്കലിൽ നമ്മൾ ഇങ്ങനെ വരച്ചിട്ട് എവിടെയൊക്കെ കട്ട് ചെയ്യുന്നോ അവിടെയൊക്കെ ലൈൻ വെച്ച് വരക്കും. ഓക്കെ, എന്നിട്ട് പിന്നെ നമ്മളിവിടെ എന്താ പറയുക ഡീറ്റെയിൽ ചെയ്യുക, ഓഫ്സെറ്റും ട്രിമ്മും ചെയ്തിട്ട് ഇതിന് ഡീറ്റെയിൽ ചെയ്ത് ചെയ്യുന്നത്. ഓക്കെ, വിഷ്ണു. പിന്നെ ഈ സെക്ഷന് മീൻസ് അറിയോ, മീൻസ് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞ അല്ലേ? ഓക്കെ, അപ്പൊ ഇതെന്താ പറയാ, ഇത് മനസ്സിലാക്കണം. മീൻസ് ഇത് എല്ലാവർക്കും ചിലപ്പോ ഫസ്റ്റ് ടൈം ഒക്കെ വരക്കുമ്പോ നമ്മൾ കുറെ കാര്യങ്ങൾ മിസ് ചെയ്യും. ഈ ലിൻഡൽ കൊടുക്കാൻ മറക്കും, പിന്നെ ഈ തിക്നെസ് കൊടുക്കാൻ മറക്കും. ഇവിടെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മുകൾക്ക് എന്താ വരിക എന്ന് ഇമാജിൻ ചെയ്യാനുള്ള ഒരു പ്രശ്നം ഉണ്ടാവും. ഓക്കെ, പക്ഷെ അത് നമ്മൾ ചെയ്താലേ അത് മനസ്സിലാവുള്ളൂ. പ്ലാന് നമുക്ക് പലപ്പോഴും കണ്ട് ശീലിച്ചിട്ട് പ്ലാന് വരക്കാൻ ഈസി ആയിരിക്കും. പക്ഷെ ഈ സെക്ഷനും എലിവേഷനും എങ്ങനെ ചെയ്യാന്നുള്ളത് നമ്മൾ കുറച്ചും കൂടി ഇമാജിനേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഓക്കെ, പെട്ടെന്ന് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കുറെ കറക്ഷൻ വരും നമ്മൾ ചെയ്തിട്ട് പിന്നെയും കറക്റ്റ് ചെയ്യണം. കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് എലിവേഷനാണ്. ഓക്കെ, ഈ വീടിന്റെ ഫ്രണ്ടിൽ വരുന്ന റൂഫാണിത്. ഓക്കെ, ബാക്കിൽ വരുന്ന വാളാണിത്. കണ്ടോ, അപ്പൊ അത് ഇമാജിൻ ചെയ്യാൻ പറ്റണം. അത് ആ വീടിന്റെ ബാക്കിൽ ഇതുണ്ട് എന്നുള്ള ഇമാജിൻ ചെയ്യാൻ പറ്റണം. ഓക്കെ, ഈ വാൾ ഉണ്ട് എന്നുള്ള ഇമാജിൻ ചെയ്യാൻ പറ്റണം. ഓക്കെ, പിന്നെ ഈ എലിവേഷൻ സെക്ഷനും പിന്നെ വരക്കാൻ എളുപ്പം എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ 3D ചെയ്യും, സ്കെച്ചപ്പ്. ഓക്കെ, സ്കെച്ചപ്പ് ഫയൽ ഇത് അറിയോ, സ്കെച്ചപ്പ് സോഫ്റ്റ്വെയർ ആർക്കെങ്കിലും? ഇല്ല. ഓക്കെ അപ്പൊ സ്കെച്ചപ്പ് സോഫ്റ്റ്വെയർ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ 3D ഈ സെക്ഷൻ എലിവേഷൻ വരക്കുന്നതിന് മുമ്പ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ 3D ആണ് ചെയ്യുക. ഓക്കെ, 3D ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, മൊത്തത്തിൽ 3Dന്റെ ഡീറ്റെയിൽ മൊത്തം കിട്ടും. റൂഫ് എവിടെയാണ്, എത്ര ഹൈറ്റിലാണ് നമ്മൾ 3D നമ്മൾ അങ്ങനെയാണ് ചെയ്യുക. കംപ്ലീറ്റ് ഹൈറ്റും വിൻഡോയും ഒക്കെ കംപ്ലീറ്റ് 3D നമ്മൾ ചെയ്യും. ആ 3D നോക്കിയിട്ടാണ് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യാറ്, ഈ എലിവേഷൻ ചെയ്യാറ്. ഓക്കെ, ഈ സെക്ഷനും നമുക്ക് വേണമെങ്കിൽ 3D നോക്കിയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ കുറച്ചും കൂടി ഈസിയാണ്. ഓക്കെ, പക്ഷെ നിങ്ങൾ അത്ര അത് അറിയിക്കണ്ട, ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ എപ്പോഴും നല്ലത് CAD-ന്ന് ഡയറക്റ്റ് എന്ത് ചെയ്യാം, സെക്ഷൻ എലിവേഷനും വരക്കുക. സ്വന്തമായിട്ട് വരച്ചിട്ട് ഇമാജിൻ ചെയ്യാൻ നോക്കുക. ഓക്കെ, ഇത് വരക്കുമ്പോൾ ഇതിന്റെ ബാക്കിൽ എലിവേഷൻ ആയിട്ട് ഇത് വരുന്നുണ്ട്, ഡോറ് കാണുന്നുണ്ട്. ഓക്കെ, ഈ വാള് കട്ട് ചെയ്യുമ്പോൾ എന്താ പറയുക, ഈ വാളിൽ എന്താ പറയാ വിൻഡോ ഉണ്ട്. ഈ വിൻഡോ കണ്ടോ, ഇത്ര ഹൈറ്റ് കഴിഞ്ഞിട്ടാണ് വിൻഡോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ചെറിയ വിൻഡോ ആണ്. ഓക്കെ, ഇത് നോക്കിയാൽ മനസ്സിലാവും. കണ്ടോ, 60 സെന്റിമീറ്ററുള്ള ചെറിയ വിൻഡോ ആണ്, അതിന് സൺഷെയ്ഡ് ഉണ്ട്. ഓക്കെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഇമാജിൻ ചെയ്യാൻ പറ്റണം. അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ മാത്രമേ എന്താ പറയാ സെക്ഷന് നമുക്ക് വരക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ എലിവേഷനും സെക്ഷനും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. എലിവേഷനിൽ എന്താ വെച്ചാൽ എല്ലാം ഒറ്റ ഫേസിൽ കാണാൻ പറ്റും. ഇങ്ങനെ ഒന്നും കട്ട് ചെയ്യുന്നില്ല, വാളൊന്നും കട്ട് ചെയ്യുന്നില്ല. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കണ്ടോ, ഒന്നും കട്ട് ചെയ്യുന്നില്ല. നമ്മൾ വീടിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് വീടിന്റെ ഫ്രണ്ട് എങ്ങനെ കാണുന്നോ അതാണ് എലിവേഷൻ. ഓക്കെ, സെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഏതോ ഒരു പോർഷനിൽ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട് വീടിനെ, അതാണ് സെക്ഷൻ. ആ സെക്ഷനിലാണ് നമ്മൾ എവിടേക്കാണ് ബ്രിക്ക് വരുന്നത്, എവിടേക്കാണ് കോൺക്രീറ്റ് വരുന്നത്. ഇപ്പൊ ഇത് കണ്ടോ, ഇത് കോൺക്രീറ്റ് ആണ്, ഇത് ബ്രിക്ക് ആണ്. ഓക്കെ, ഈ ബ്രിക്കിന് ഇതുണ്ട്, ഇവിടെ ലൈൻ ഉണ്ട്, അത് പ്ലാസ്റ്ററിങ് ആണ്, തേപ്പില്ലേ.
ഓക്കെ. ഈ റെഡ് കാണുന്ന ഈ ഓറഞ്ച് കാണുന്നതാണ് നമ്മുടെ ലാറ്ററൈറ്റ് എന്ന് പറഞ്ഞാൽ. ലാറ്ററൈറ്റ് പറഞ്ഞാൽ നമ്മുടെ വെട്ടുകല്ല്, കല്ല്. ഓക്കെ. അതിന്റെ ഈ സൈഡിലും ഒരു ലൈൻ ഉണ്ട്, ഇപ്പുറത്തെ സൈഡിലും ലൈൻ ഉണ്ട്. അത് ഞാൻ എന്താ കാണിച്ചു വെച്ചാൽ തേപ്പാണ്, 1.5 സെന്റിമീറ്ററിന്റെ തേപ്പ്. ഓക്കെ, നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യാം. ഓക്കെ, അതുവരെ ഞാൻ ഈ സെക്ഷനിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഡീറ്റെയിൽ ഒക്കെ കാണിക്കുന്നതാണ് സെക്ഷൻസ്. ഓക്കെ, ഇപ്പൊ ഫൂട്ടിങ് ആണോ, റാൻഡം റബിൾ, കല്ലിന്റെ റബിൾ ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ഡീറ്റെയിൽസ് പറഞ്ഞു. ഇതാണ് ഹാൻഡ് റെയിൽ കണ്ടോ, ഈ ഹാൻഡ് റെയിലിന്റെ ഹൈറ്റ് എത്രയാണ്. ഓക്കെ, കണ്ടോ 90 സെന്റിമീറ്റർ ഹാൻഡ് റെയിൽ ഹൈറ്റ്. ഓക്കെ, ഇതൊക്കെ ഞാൻ കാണിക്കുന്നത് ഇതിലാണ്. ഓക്കെ, അപ്പോൾ ഇതിനാണ് സെക്ഷൻ യൂസ് ചെയ്യുക. അപ്പോൾ സെക്ഷനും എലിവേഷനും എന്താന്നുള്ളത് മനസ്സിലാക്കാന്നുള്ളതാണ് ഫസ്റ്റ്. എന്നാൽ മാത്രമേ നമുക്ക് ഇത് പ്ലാനിൽ നിന്ന് സെക്ഷൻ എലിവേഷൻ വരക്കാൻ പറ്റുള്ളൂ. ഓക്കെ, പ്ലാനിൽ നിന്ന് സെക്ഷൻ എലിവേഷൻ വരക്കാൻ എളുപ്പമാണ്. നമുക്ക് എന്തായാലും അത് ആ ഒരു പ്രൊസീജിയറിലൂടെ പോവാം. ഓക്കെ, ഫസ്റ്റ് പ്ലാൻ വരക്കാം. ഓക്കെ, ദെൻ അതിനെ സെക്ഷൻ നമുക്ക് എങ്ങനെ എടുക്കുക എന്നുള്ളത് ഞാൻ ഇപ്പോൾ ഒരു ഐഡിയ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്നുകൂടി പറഞ്ഞുതരാം. ഓക്കെ, എന്നിട്ട് അതേപോലെ സെക്ഷൻ എടുത്തിട്ട് നിങ്ങൾ ട്രൈ ചെയ്യാം. എന്നിട്ട് എത്ര നമുക്ക് ചെയ്യാൻ പറ്റുമെന്നൊന്നുമില്ല നോക്കാം. ഓക്കെ, അപ്പോ ഇത് ഏറെക്കുറെ സെക്ഷൻ എങ്ങനെ ഒരു ഐഡിയ ആയില്ല, ജസ്റ്റ് എങ്ങനെ വരിക എന്നുള്ളത്. ഓക്കെ ഓക്കെ അല്ലേ. പിന്നെ ഇപ്പൊ ശരിക്കും പറഞ്ഞാല് ഇപ്പൊ ഫഹീമിന്റെയും പിന്നെ മിൻസയുടെയും ഏറെക്കുറെ ഒരു സ്പീഡപ്പ് എന്താ പറയുക CAD ഡ്രോയിങ് കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാല് ഏറെക്കുറെ എല്ലാ ടൂളും കവർ ചെയ്തു. നമ്മൾ എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യേണ്ടത്, PDF ആക്കേണ്ടതെന്നെല്ലാം കവർ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഈ അസൈൻമെന്റ് തരുമ്പോൾ മാത്രമാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ചെറിയ ചെറിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയ ഷോർട്ട് കട്ട്സ്, ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ, ചെറിയ എലമെന്റ്സും കാര്യങ്ങളൊക്കെ. ഇപ്പൊ ബേസിക് കാര്യങ്ങൾ, മെയിൻ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി കുറെ ഷോർട്ട് കട്ട്സും കാര്യങ്ങളായിരിക്കും ഇനി അസൈൻമെന്റ് ചെയ്യുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ കുറച്ചും കൂടി ഈസി ആവും. ഓക്കെ, ഞാൻ ഇപ്പൊ എല്ലാതും പാടൊപ്പം പറഞ്ഞാല് നിങ്ങൾക്കത് ചിലപ്പോ മനസ്സിലായിക്കോണമെന്നില്ല, മറക്കാൻ ചാൻസ് ഉണ്ട്. അത് ചെയ്യുമ്പോൾ ചെയ്താൽ മാത്രമേ നമുക്കത് പഠിയുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ നെക്സ്റ്റ് അസൈൻമെന്റ് ഞാനിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഔട്ട്ലൈൻ ആയിരിക്കും. ഇത്ര കോംപ്ലിക്കേഷൻ ഒന്നും ഉണ്ടാവില്ല. ഞാൻ ചെറിയൊരു വീടിന്റെ ചെറിയൊരു ഔട്ട്ലൈൻ ആയിരിക്കും തരാം. അപ്പോൾ അതിന്റെ ബെഡ്റൂമിന്റെ സൈസും പിന്നെ സിറ്റ് ഔട്ടിന്റെ സൈസ്, ലിവിംഗ് റൂമിന്റെ സൈസ്, ടോയ്ലറ്റിന്റെ സൈസ്, കിച്ചന്റെ സൈസ്, ഇത് ഞാൻ അതിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പൊ ആ സൈസിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ഔട്ട്ലൈനിന്റെ ഉള്ളിലായിട്ട് എന്ത് ചെയ്യണം, പ്ലാന് വരക്കണം. ഓക്കെ, അത് നിങ്ങൾ ട്രൈ ചെയ്യ്. എത്രത്തോളം ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്ക്. ചിലപ്പോൾ ചില ഭാഗത്ത് നിങ്ങൾ വിചാരിച്ച പോലെ സൈസ് ചിലപ്പോൾ കിട്ടുന്നുണ്ടാവില്ല. ഓക്കെ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അത് ഉണ്ടായതുകൊണ്ട് തെറ്റിന്നല്ല, അതങ്ങനെ പഠിച്ചു വരാം. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പ്ലാൻ തരാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഓഫ്സെറ്റ് ചെയ്തിട്ട് ട്രിം ചെയ്തിട്ടൊക്കെ എന്ത് ചെയ്യുക, ഒരു പ്ലാൻ വരക്കുക. ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ അത് ചെയ്യാം. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ആരെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാട്ടോ. ഇല്ല, എനിക്ക് ഡൗട്ട് ഒന്നുമില്ല. ഇനിയിപ്പോ ചെയ്യുമ്പോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടല്ലോ. അതെ, അപ്പൊ അസൈൻമെന്റ് ചെയ്യുമ്പോ ഡൗട്ട് ഉണ്ടല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ അസൈൻമെന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരികയാണെങ്കിൽ, എവിടെയാണോ ഡൗട്ട് വരുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യുമ്പോഴേ ഡൗട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കാം. ഞാൻ അപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, ഞാനല്ല കുറെ ലാസ്റ്റ് മിനിറ്റ് മീൻസ് ഏറെക്കുറെ ഫിനിഷ് ചെയ്യാൻ പറ്റുന്നുണ്ട് ലെവലിലാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഡൗട്ട് വന്നത്. ഓക്കെ, അപ്പൊ ഇന്ന് തരുമോ അസൈൻമെന്റ്? ഇന്ന് നൈറ്റ് ഞാൻ തരാം കേട്ടോ. കുറച്ച് ലേറ്റ് ആവും. നാളെ നൈറ്റിലേക്ക് സബ്മിറ്റ് ചെയ്യണോ? അല്ല, ഞങ്ങൾക്ക് ഒരു 2 ഡേ 2 ഡേ ഞങ്ങൾക്ക് ഇത് തരാം. കാരണം നാളെയും മറ്റന്നാളും ചിലപ്പോൾ ക്ലാസ് ഉണ്ടാവില്ല. ഇനി സൺഡേ ഉണ്ടാവുള്ളൂ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പൊ ഇന്ന് തന്നാൽ സൺഡേ വർക്ക് ചെയ്യാം. കാരണം ചെയ്യാൻ പറ്റില്ല. അതെ, അപ്പൊ 2 ദിവസത്തെ ഗ്യാപ്പ് തരാം കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ 2 ദിവസത്തിനുള്ളിൽ അത് ചെയ്താൽ മതി കേട്ടോ. അപ്പോ അത് ചെയ്യാം. പിന്നെ ചെയ്യുമ്പോൾ ലെയർ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചെയ്യാം കേട്ടോ. ഓക്കെ, ചുമ്മാ ജസ്റ്റ് ലൈൻ എടുത്ത് വരക്കാണ്ട് ലെയർ ഉണ്ടാക്കണം. വിൻഡോക്ക് ഒരു ലെയർ ഉണ്ടാക്കുക, പിന്നെ ഹാച്ചിന് ലെയർ ഉണ്ടാക്കുക. ഓക്കെ, പിന്നെ വാളിന് ലെയർ ഉണ്ടാക്കുക. ടെക്സ്റ്റിനുണ്ടോ, ഈ ടെക്സ്റ്റിന് ലെയർ ഉണ്ട് കണ്ടോ, ഡി ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ലെയർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അതിന് ലെയർ ഉണ്ടാക്കുക, ഒരു കളർ കൊടുക്കുക. ഓക്കെ, അങ്ങനെ ഈ ഒരു ഞാൻ വേണമെങ്കിൽ ഒരു റെഫറൻസ് ഒരു പ്ലാൻ ഇട്ടുതരാം, ഒരു കളർ ലേഔട്ട്. ഓക്കെ, കൂടെ അതും കൂടി ഇട്ടുതരാം. എന്നിട്ട് ആ കളർ പോലെ നിങ്ങൾക്ക് വാളും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ആദ്യം ലെയർ ഉണ്ടാക്കിയിട്ട് വേണം ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. യൂണിറ്റ് സെറ്റ് ചെയ്യുക, ലെയർ സെറ്റ് ചെയ്യുക,
ദെൻ ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്ന് സെറ്റ് ചെയ്യാം കേട്ടോ.